ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം, ജിയോ 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പേജുകൾ കൂടെ ഫോളോ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 2025 അവസാനിക്കാനായിട്ട് ഇനിയും ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നിങ്ങളുടെ ഈ വർഷം നല്ലൊരു വർഷമായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണോ നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ പോഡ്കാസ്റ്റ് എന്നെനിക്കറിയില്ല. എന്താണേലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ കളം കാവൽ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഇന്നെൻ്റെ കൂടെ കുറച്ച് അതിഥികളുണ്ട്. അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. മിസ് UDC കുമാരി, ഡോക്ടർ സിൻസ് ആൻഡ് KP. വെൽക്കം ടു ദ ഷോ. Hi everybody. Hi everybody. യെസ്. അപ്പം ഇക്കാസിയുടെ ഐ മീൻ മമ്മൂക്കയുടെ കളം കാവലുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ കളം കാവൽ എക്സ്പീരിയൻസ്? ആരാണ് പറഞ്ഞു തുടങ്ങുന്നത്? ഞാൻ തുടങ്ങാം. ഞാൻ പടം കണ്ടത് എന്താണ് യുകെയിലാണ്. ഞങ്ങളുടെ തിയേറ്റേഴ്സിൽ എനിക്ക് ആക്ച്വലി ഒരു 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 ഭയങ്കര പാക്ഡ് ആയിരുന്നു തിയേറ്റേഴ്സ്. ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ഒന്നാമത്തെ പ്രശ്നം ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഒട്ടും ശരിയല്ലെന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എക്കോ വന്ന ഏതേലും സമയത്ത് ഗുദാമിൽ കൊണ്ട് വെച്ച് കാണുമായിരിക്കും. അതായത് ഞാൻ താമസിക്കുന്നത് വലിയൊരു സിറ്റിക്കകത്തിലാണ്. അതായത് യുകെയിലെ തന്നെ, ബ്രിട്ടനിലെ തന്നെ വലിയ സിറ്റികളിൽ ഒന്നായ ലിവർപൂളിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഇവിടെ ഇത്രയും വലിയ സിറ്റി ആയിട്ട് പോലും ഇവിടെ വലിയൊരു ഓഡിയോൺ ചെയിൻ ഉണ്ട്. ഓഡിയോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫിലിം എന്താണ് ഈ തിയേറ്റർ ചെയിനാണ്. അതിനകത്തിൽ വലിയ തിയേറ്ററാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ഇവിടെ പടം കൊടുക്കാതെ ഈ ലിവർപൂളിലെ തന്നെ വേറെ 2 തിയേറ്റേഴ്സ് ഉണ്ട് ഓഡിയോൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഒരെണ്ണം കൂടെ എനിക്കറിയാം. സ്വിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. ഇവര് ഈ പടം ഇവിടെ മെയിൻ തിയേറ്ററിൽ കൊടുക്കാതെ, അതായത് വലിയ തിയേറ്ററിൽ കൊടുക്കാതെ ഈ കൊച്ചു തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഇവര് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഒട്ടും ആക്സസിബിൾ അല്ലെന്ന് മാത്രമല്ല, ഇതിപ്പം ഒരു 50 പേരെ അല്ലെങ്കിൽ 100 പേരെ ഉൾക്കൊള്ളുന്ന ഒരു തിയേറ്റർ ആണെങ്കിൽ ഇവിടെ വലിയ തിയേറ്ററിൽ മറ്റേടത്ത് 15 പേരെ ഇരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് സീറ്റും കിട്ടത്തില്ല. അതുമല്ല എക്സ്പെൻസീവ് ആണ്, റിക്ലൈനേഴ്സ് ആണ്, അങ്ങനത്തെ ചെറിയ തിയേറ്റേഴ്സ് ആയതുകൊണ്ട്. അതെന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇത് ഇൻ കേസ് ഇനിയിപ്പോൾ ലിവർപൂൾ, മാഞ്ചസ്റ്റർ ഒക്കെ വലിയ സിറ്റീസ് ആണ്. ഇതൊക്കെ നമുക്ക് ആക്സസിബിൾ ആയ സിറ്റീസ് ആണ്. ഇവിടെ ഒന്നും വന്നില്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കാട്ടുമുക്കിൽ വില്ലേജിലൊക്കെയാണ് കൊണ്ടിടുന്നത്. എനിക്കറിയത്തില്ല അത് എന്ത് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്. ആ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ എനിക്കിവിടെ പറയാനുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. കളങ്കാവിൽ വന്ന സമയത്ത് കളങ്കാവിൽ ആക്ച്വലി വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഷോ ഇവിടെ വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റ് ഷോ തന്നെയാണ് ഞാൻ പോയി കണ്ടത്. ബട്ട് എൻ്റെ പ്രശ്നം ഇവിടെ ഷോയുടെ നമ്പർ കുറവായിരുന്നു. അതായത് 2 ദിവസം കഷ്ടിച്ചേ ഉള്ളായിരുന്നു. പിന്നീട് അവര് പ്രശ്നം എന്തോ അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറഞ്ഞ് അവർ എക്സ്ട്രാ ഡേയ്സ് ഇടുവോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം അവിടെ കിടപ്പുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഷോ ഉണ്ട്. ബട്ട് സാഡ്ലി ഞാൻ കാണാൻ പോയപ്പം 2 ദിവസത്തെ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു. എന്നിട്ട് ഫസ്റ്റ് ഡേ ഞാൻ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ തന്നെ സെക്കൻഡ് ഡേ ഫുള്ളി ബുക്ക്ഡായി. അപ്പം ഞാൻ പടം കണ്ടത് ഫ്രണ്ട് റോയിലെ സൈഡിൽ ഇരുന്നിട്ടാണ്, ലെഫ്റ്റ് കോർണറിൽ ഇരുന്നിട്ടാണ് പടം കണ്ടത്. ആൻഡ് ഐ വാസ് സോ സാഡ് അബൌട്ട് ഇറ്റ്. കാരണം കഴുത്തൊടിയുന്ന പോലത്തെ അവസ്ഥയിലിരുന്നാണ് പടം കണ്ടത്. ഇറ്റ്സ് വെരി ഹൊറിഫൈങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണത്. ബട്ട് അപ്പോൾ എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസിലെ മെയിൻ ഒരു കല്ലുകടി അതായിരുന്നു ഈ വട്ടം കളങ്കാവിൽ കണ്ടപ്പോഴത്തേനും. ആൻഡ് ദെൻ അഗൈൻ നമ്മളെ മമ്മൂക്ക പിന്നെയും എന്താണ് ഞെട്ടിച്ച ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദ ഫിലിം ഇറ്റ് സെൽഫ് ഒരു എന്താ പറയുന്നത്, ഒരു മിക്സ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല. മിക്സ്ഡ് എന്ന് വേണേൽ പറയാം. അതായത് പടം ഇസ് ജസ്റ്റ് ആൻ ആവറേജ്. അത്
അവര് ഇതിപ്പോ ഞാന് എന്താണ് നമ്മുടെ സരോജിയുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ സരോജി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പടം എന്താണ് അവര് അഡ്വർടൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പടം അവര് നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത് ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ, ഒരു ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ പോലെയാണ് അവര് പ്രസന്റ് ചെയ്തതായിട്ടാണ് സരോജിക്ക് തോന്നിയത്. ആം, ബട്ട് അവര് ആ സസ്പെൻസിനെ അവർക്ക് അത് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനും പറ്റിയില്ല എന്നുള്ളതായിരുന്നു സരോജിയുടെ പ്രശ്നം. ആൻഡ് ദെൻ ആക്ഷൻ വാസ് ബാഡ്, റിയലി ബാഡ്. ത്രില്ലർ ആണെന്ന് ചോദിച്ചാൽ അത് ആ അവസ്ഥയിലും എത്തിയിട്ടില്ല. ആൻഡ് ദെൻ വി വെന്റ് ആൻഡ് ചെക്ക്ഡ് ഇവരിതിനെ എന്തായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നത്. അതായത് ശരിക്കും ഇത് നമുക്ക് എന്ത് തോന്നി എന്നുള്ളതല്ല, പടം എന്തായിട്ടാണ് ഇവർ അഡ്വർടൈസ് ചെയ്യുന്നതെന്ന് പോയിട്ട് ഞങ്ങൾ നോക്കി. അപ്പൊ അവര് ത്രില്ലർ, ആക്ഷൻ ആ ഒരു രീതിയിലാണ് അവര് എടുത്തു വെച്ചിരിക്കുന്നത്. ഫോർ മീ ഇതൊരു ഡോക്യു ഫിക്ഷൻ പോലെയാണെങ്കിൽ ദിസ് വാസ് ആക്ച്വലി എ വെരി ഗുഡ് അറ്റംപ്റ്റ്. എന്നെ സംബന്ധിച്ച് ഒരു ഡോക്യു ഫിക്ഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇറ്റ് വാസ് ആക്ഷൻ ഈ പറഞ്ഞ പോലെ ദാറ്റ് വാസ് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് ഐ ഫെൽറ്റ്. ഈ പടത്തിന്റെ ഏറ്റവും പന്ന സാധനം എന്തുണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സാധനം എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ആക്ഷൻ. ഐ ജസ്റ്റ് ഡിഡ്ന്റ് ലൈക്ക് ദ ആക്ഷൻ, ഇറ്റ് വാസ് ബാഡ്. അല്ല, അതും മമ്മൂക്കയുടെ പ്രായത്തിന്റെ ഒരു പരിമിതി അവർക്കുണ്ടായിരുന്നു. ബട്ട് അതുകൊണ്ടായിരിക്കാം. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് കുറച്ച് നാള് മുന്നേ ആണെങ്കിൽ പോലും നമ്മുടെ ഈ മറ്റേ പടം ഉണ്ടല്ലോ, എന്താണ് ടെർബോ. ടർബോയാണ്. ടെർബോക്കകത്തില് മമ്മൂക്കയുടെ ആക്ഷൻ പടം പന്നലായിരുന്നു. ബട്ട് ടെർബോക്കകത്ത് മമ്മൂക്കയുടെ ആക്ഷൻ അത്യാവശ്യം നല്ലതാണ്. ഇറ്റ് വാസ് വെൽ ഷോട്ട് ആൻഡ് വാസ് വെൽ കൊറിയോഗ്രാഫ്ഡ്. നല്ല പക്ഷെ ആക്ഷനാണ്. ടർബോയില് ഈ ഉം. മമ്മൂട്ടിയെ ഒരു എന്താ മറ്റേ ജീപ്പ് ഉറപ്പിക്കാൻ കെൽപ്പുള്ള നായകനായിട്ടാ കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു സാധാ പോലീസ് ഓഫീസർ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ഞാൻ ആ പറയാൻ ക്യാരക്ടറിന്റെ ആക്ഷൻ ഇതില് ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ആക്ഷൻ അവര് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നതിന്റെ ഇതാ പറഞ്ഞത്. ആ ഒരു പിടുത്തം ഉണ്ടല്ലോ, അത് എനിക്ക് ആ ഒരു ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നി. എനിക്കറിയത്തില്ല, എനിക്ക് മാത്രമേ തോന്നിയുള്ളൂന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഓക്വേർഡ് ആയിട്ട്, അതും പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര ഒരു സി നമ്മളൊരു പടം കാണുമ്പോഴത്തേനും, എന്നെ സംബന്ധിച്ച് പടം കാണുമ്പോഴത്തേനും 3 പോർഷൻസിലാണ് പടം ഷുഡ് ബി ഇംപ്രസീവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഫോർ ആൻ ഓഡിയൻസ്. കാരണം ആദ്യം തുടങ്ങുന്ന സമയത്ത് പടം ഷുഡ് സ്റ്റാർട്ട്, ഒരു നല്ല പൈലറ്റ് ഉണ്ടായിരിക്കണം, നല്ലൊരു രീതിയിലായിരിക്കണം അത് തുടങ്ങുന്നത്. ആൻഡ് ദെൻ ഒരു മിഡ് പോർഷൻ, നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ഇന്റർവെൽ പോർഷൻ നല്ലതായിരിക്കണം. ആൻഡ് ദെൻ എൻഡിങ് എന്താണേലും എൻഡിങ്ങിൽ നല്ലൊരു ഇതില്ലെങ്കിൽ, ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എൻഡിങ്ങിന് ആ ഒരു തൊട്ട് മുന്നേ ഉള്ള കുറച്ച് സീൻസ് ഇമ്പാക്ട്ഫുൾ അല്ലെങ്കിൽ, ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട് ടു എന്താ പറയുന്നത്, തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും അത് നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് നമ്മളിൽ നിന്ന് പോകത്തില്ല. അതാണ് പ്രശ്നം. ഈ ഒരു ക്ലൈമാക്സ് ഫൈറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു കല്ലുകടി എനിക്ക് ആ പടം പടത്തിൽ എന്നെ മിക്സ്ഡ് റിവ്യൂ എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് സത്യം പറഞ്ഞാല്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ പടം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ മീ പടം വാസ് ആക്ച്വലി ആവറേജ് ആയിരുന്നു. ഈ മൂവി ഒരു ആവറേജ്, അബവ് ആവറേജ് പടമാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഡോക്യു ഫിക്ഷൻ അബൌട്ട് ഒരു 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 കില്ലർ. പക്ഷേ എന്നെ ഇംപ്രസ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ്. ആൻഡ് ദെൻ ഹി വാസ് ബ്രില്യൻറ്റ്, ഒരു രക്ഷയില്ല. ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ആൻഡ് ദിസ് മൂവി ഫോർ മീ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ ഒരു കാസ്റ്റ്, ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കാസ്റ്റിനെ, അതായത് ആപ്റ്റ് കാസ്റ്റിനെ കൊണ്ടുവന്ന് ഒരു സാധനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ കെൻ യു എലിവേറ്റ് ദ ഫിലിം എന്ന് പറയുന്നതിന്റെ ആപ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പടം. കാരണം ഇതിപ്പോ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ബീൻ ദിസ് ഇമ്പാക്ട്ഫുൾ. ആൻഡ് വേറൊരു കാര്യമുണ്ട് കേട്ടോ, സോറി ഐ എം ടോക്കിംഗ് ടു മച്ച്. പക്ഷെ വേറൊരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദിസ് ഇസ് സംതിങ് ദറ്റ് വി ഡിസ്കസ്ഡ്, മീ ആൻഡ് സരോജ് കുമാർ. ഇപ്പം സരോജി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കമന്റ്സിലും റിവ്യൂസിലും, ഇപ്പം ന്യൂസ് ചാനലുകളിലെ റിവ്യൂസിൽ വരെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് മമ്മൂക്കയ്ക്ക് പകരം എന്താണ് ഫഹദ് ഫാസിലായിരുന്നെങ്കിൽ. ഒബ്വിയസ്ലി ദിസ് ഫിലിം ഇസ് വെരി സെക്ഷുവൽ ഇൻ എ വേ. കാരണം പെണ്ണുങ്ങളെ, സോറി സ്പോയിലേഴ്സ് ആണ്, അതായത് പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്ത് അവരെ കൊല്ലുന്നതാണല്ലോ ബേസിക്കലി കഥ എന്ന് പറയുന്നത്. സോ ആ ഒരു അട്രാക്ട് ചെയ്ത് ഹീസ് ഹാവിങ് സെക്സ് വിത്ത് ദ ഫീമെയിൽസ് ഹീസ് ഗോയിങ് ടു കിൽ. അപ്പൊ ആ ഒരു സെക്ഷൽ എലമെന്റ് മമ്മൂക്ക ആയതുകൊണ്ട് ഭയങ്കര ഒരു എന്താണ്, കുറച്ചുകൂടെ ഒന്ന് ഡൗൺ ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടെ അവർ ഇതൊന്ന് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ.
അത് എന്താ പറയുന്നത്, അതിപ്പം ഫഹദ് ഫാസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടന്മാരായിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് പറയുന്ന ഒരു 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 അഭിപ്രായമുണ്ട്. ഐ ഡോണ്ട്, എനിക്കതിനോട് ഒരു രീതിയിലും ഞാൻ യോജിക്കത്തില്ല. ബിക്കോസ് ആക്ച്വലി ഞാനത് എല്ലാവരോടും ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ചില റിവ്യൂവിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ മെയിൻ ലീഡായിട്ട് മമ്മൂക്ക ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും അതിലുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സുമായിട്ടുള്ള കെമിസ്ട്രി ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. ഇത്രയും അതായത് പക്ഷെ അതില് പ്രായമുള്ള ആളാണ്. ആ അവര് ഡിവോഴ്സ്ഡും ഇത്ര സെക്ഷനില് പെടുന്ന പെണ്ണുങ്ങൾ എന്ന ഒരു പ്രത്യേകം പറയുന്നുണ്ട് അതില്. അപ്പൊ അത് വെച്ച് അല്ല നോക്കുമ്പോ എനിക്ക് അമ്മു എനിക്കത് ഭയങ്കര കൺവിൻസിങ് ആയിട്ടാ തോന്നിയത് അങ്ങനെ ആ ഒരു ഇതില്. എനിക്കത് വേറൊരു ആക്ടർ അല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ ആ ഓഡിയൻസ് റേഞ്ചിന്റെ കാര്യം പറയാം. അപ്പൊ അതായത് ഇപ്പം നമ്മള് ഒരു ഇത്ര ഓഡിയൻസ്, അതായത് ഇതിനകത്തിൽ ഇത്ര സെക്ഷൽ കണ്ടന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം സെക്ഷൽ കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും ഈ പടം നമുക്കിപ്പം കൊച്ചു പിള്ളേരെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ then again നമ്മൾ നിൽക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ പ്രായമുള്ളവർക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഇപ്പം I would never recommend. My mom loves to watch എന്താ പറയുന്നത്, horror films. And then അത് തിയേറ്ററിൽ പോയി കാണാൻ ഷീ ലവ്സ് ഇറ്റ്. പക്ഷെ ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് എന്താ DSR പോയി കാണാൻ പറയത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഓക്വേർഡ് ഇൻ തിയേറ്റേഴ്സ്. ഐ നോ ദാറ്റ്. ബിക്കോസ് അവർ തുടങ്ങുന്നത് തന്നെ തുടക്കത്തിലുള്ള ആ ഒരു ആ ഒരു സാധനം. See, it's okay. ആൾക്കാര് it is accept, people are accepting all that. അത് വരുന്നുണ്ട്. പക്ഷെ there is a certain amount of എന്താ പറയുന്ന awkwardness ഇപ്പോഴും അത് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഇതില്. അത് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ചേഞ്ചിങ്, ബട്ട് സ്റ്റിൽ അതൊരു എന്താ പറയുന്ന ഓരോ ഏജിനും അതിനനുസരിച്ചുള്ള ഒരു awkwardness വരുമല്ലോ. ആൻഡ് ദെൻ ഈ സെക്ഷൽ സീൻസിനെ ഇത് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുന്നത്, അങ്ങ് ഭയങ്കര സെക്ഷുവാലിറ്റിയിലേക്ക് അങ്ങ് അല്ലെങ്കിൽ ആ ഒരു ആക്ട് ഓഫ് സെക്സ് കാണിക്കാതിരുന്നപ്പോഴത്തേനും ഐ തിങ്ക് അത് ഒരു രീതിയിൽ കുറേം കൂടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിന് ബെറ്റർ ആയിട്ട്, ഒരു ഈറി ആയിട്ട്, അല്ലെങ്കിൽ ഈറി നല്ല ഒരു ഓക്വേർഡ് ആയിട്ട് തോന്നാതെ ദ ഫിലിം ഒരു രീതിയിൽ അതിനെ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആക്കാൻ പറ്റി. ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആക്ട് ഓഫ് സെക്സ് കാണുമ്പോഴത്തേനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒഴിവാകാൻ, ആൾക്കാരെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഒരു ഓക്വേർഡ്നെസ് തോന്നിക്കാതിരിക്കാൻ പടത്തിന് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് മമ്മൂക്ക. അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന പോലെ ഇപ്പോൾ ഫഹദ് ഫാസിലായിരുന്നെങ്കിൽ ദ ആക്ട് ഓഫ് സെക്സ് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ആ സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് കുറച്ചുകൂടെ കുറച്ചും കൂടെ ഇന്റിമേറ്റ് ഇമ്പാക്ട്ഫുൾ മൊമെന്റ്സ് കൂടുതൽ വന്നേനെ. വന്നേനെന്ന്. പക്ഷെ അത് വരാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ദിസ് വാസ് മോർ ഇമ്പാക്ട്ഫുൾ ഫോർ മീ. എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് ഓസം. ഹി വാസ് ജസ്റ്റ് ബ്രില്യൻറ്റ്. എന്നെ സംബന്ധിച്ച് മമ്മൂക്ക തന്നെ ചെയ്തതുകൊണ്ടാണ് അത് ബ്രില്യൻ്റ് ആയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് കറക്റ്റ്. കാരണം വേറെ എവിടെയോ ഞാൻ വായിച്ചു, അതായത് ഒറിജിനൽ കാസ്റ്റിങ്ങിൽ വിനായകനായിരുന്നു മമ്മൂക്കയുടെ റോള് ചെയ്യാനിരുന്നത്. ഐ എം നോട്ട് ഷുവർ ഇഫ് ദിസ് ഇസ് എ റൈറ്റ് ഇൻഫർമേഷൻ, പക്ഷെ ഞാനിതിങ്ങനെ കേട്ടായിരുന്നു. ആദ്യം വിനായകന്റെ റോളിലേക്ക് പൃഥ്വിരാജിനെ ആയിരുന്നു പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു. ഓ പിന്നെ ഈ പറഞ്ഞ പോലെ അവര് തമ്മിൽ സ്വിച്ച് ഉണ്ടായിരുന്നു. എന്തോ അല്ല വിനായകൻ ഉം. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്, അത് യാതൊരു സംശയവും ഇല്ല. വിനായകൻ ഇങ്ങനെ Yeah, തമാശ ഒരു ചെയ്യുന്നവര് സീരിയസ് ആവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പം. അതില് വിനായകൻ ഒട്ടും ഓവറാക്കാതെ എത്ര മൈൽഡ് ആക്കാവോ അത്രയും നല്ല രീതിയിലാണ് ആ സീരിയസ് ആയിട്ട് ആ പോലീസ് ഓഫീസറിന്റെ വേഷം ചെയ്തത്. വളരെ ഈക്വൽ ആയിരുന്നു രണ്ടുപേരും. ഒരേപോലെ അഭിനന്ദിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ രണ്ടുപേരുടെയും അഭിനയം. കൺവിൻസിങ് ആയിരുന്നു ഭയങ്കര, അല്ലേ? നത്തിന്റെ ആ ഒരു ആ ക്യാരക്ടർ അല്ലേ, ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ട് പോകുന്ന ഒരു ഓഫീസർ. അത് അത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ അവസാനത്തെ വിനായകന്റെ ഒരു സെറ്റ് ഓഫ് ഡയലോഗ്സും ഉണ്ട്. അതായത് നത്തിന്റെ ആക്ച്വൽ ആ പേര് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ. അതായത് പുള്ളിയായിട്ട് പുള്ളി ജസ്റ്റിസ് ഡെലിവറി ചെയ്യുന്ന രീതിയിലേ, അതായത് പുള്ളി യഥാർത്ഥത്തിൽ തുറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ രണ്ടുപേര് ആയിരുന്നു ഇതില് വിനായകന്റെ. സൈക്കോപാത്തുകളാണ് ആ ഒരിടത്തത്തില്. പക്ഷെ ലൈക്ക് മമ്മൂട്ടിനെ പോലെ ഇതിന് വേറൊരു എലമെന്റ് ഉണ്ട്. അതായത് മമ്മൂട്ടിനെ പോലെ അത്രയും പേര് കേട്ടൊരു നായകനായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാള് ഇതുപോലൊരു റോള് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് റിയലി കമന്റബിൾ അല്ലേ? അത് വളരെ ഒരു മമ്മൂട്ടിയുടെ ഈ ഒരു കുറച്ച് നാളായിട്ടുള്ള കുറച്ച് പോക്കുണ്ട്. അതായത് ക്യാരക്ടർ എന്ന് പുള്ളി ചെയ്യുന്നത്, അതായത് പല പല സിനിമകളിലും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റബിൾ. അത് വേറൊരാളും സത്യം പറഞ്ഞാൽ ചെയ്യത്തില്ല. അത് നായക നിരയിൽ നിൽക്കുന്ന ഒരു ആള്. കാരണം അറ്റ് ദി എൻഡ് പുള്ളിനെ സ്പോയിലേഴ്സ് ആണ്.
ബട്ട് അല്ല, ഇത് പുള്ളിനെ സ്പോയിലർ ഫിൽഡ്. അയ്യോ, അത് തുടക്കത്തിൽ ഞാൻ പറയാൻ മറന്നു. ഇത് സ്പോയിലർ ഫിൽഡ് ഡിസ്കഷനാണ് കേട്ടോ. സ്പോയിലർ ഫിൽ ആയിരിക്കും, കാരണം പുള്ളിനെ ഏറ്റവും അവസാനം കൊല്ലുവാണ്. ബട്ട് അതങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, ആ, പക്ഷെ അങ്ങനെ കൊല്ലുവാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ഇച്ചിരി ഓപ്പൺ എൻഡിങ് ആണല്ലോ. ആ, ആ, പക്ഷെ എനിക്ക് ആ ഒരു അല്ല, അത് ഞാൻ എൻ്റെ ഇതിൽ ആ വരുമ്പോഴത്തേക്ക് പറഞ്ഞു പറയാം. പറഞ്ഞു. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. സോറി, കട്ട് ഓഫ് ചെയ്തല്ലോ, അല്ല, പറയാം. ഞാനത് സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ഇത് ഒന്നല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ആ ആ ഒരു പിന്നെ അത്രയും പോകുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ. അത് ഞാൻ പറയാൻ വന്നതാണ്. അത് ആക്ച്വലി മമ്മൂക്ക ചെയ്തുകൊണ്ടാണ് അത് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ഓപ്പോസിറ്റ് വന്നിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു ബി ദിസ് കൺവിൻസിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ ഈ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ആളുണ്ട്. അതിന് പെർഫെക്റ്റ് ആയിട്ടാണ് മമ്മൂക്ക ഇരിക്കുന്നത്. കാരണം ഇപ്പൊ ഈ പറയുന്ന സ്റ്റോറി, അതായത് ഈ സൈനൈഡ് മോഹന്റെ കഥ പറയുന്ന, അതായത് റിയൽ ലൈഫ് സ്റ്റോറി ആണല്ലോ. അപ്പം ആ ഒരു ക്യാരക്ടറിന്, അതായത് റിയൽ ലൈഫിൽ അതിന്റെ കഥ കേട്ടിട്ടുള്ളവർ പറയാം, ലൈക്ക് ഹി ഈസ് വൺ ഓഫ് ദ നൈസസ്റ്റ് മേൺ അല്ലെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അതായത് ഈ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞ ആള് റിയൽ ലൈഫിൽ നല്ല നൈസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു എന്നാണ്. അതായത് പുറമെ പുള്ളിക്ക് നല്ല അഭിനയിക്കാൻ അറിയാം, പുള്ളിക്ക് ഒരു ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. പുള്ളി സമൂഹത്തിൽ വളരെ നല്ലൊരാളായിരുന്നു, കാണാൻ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. സോ അങ്ങനെ പറയുമ്പോഴത്തേക്കും മമ്മൂട്ടിയുടെ ആ ക്യാരക്ടർ അതിനോട് നീതി പുലർത്തി. ആക്ച്വലി അത് അത്യാവശ്യം പ്രായമുണ്ടെന്ന് ചോദിച്ചാൽ പ്രായമുണ്ട്. സോ അങ്ങനെ പക്ഷെ പിന്നെ പെണ്ണുങ്ങളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ആ അതാണല്ലോ ഒരു അതിന്റെ ഒരു അതാണ് ആ ഒരു സൗന്ദര്യം, ആ ഗ്ലാമർ. സോ അത് മമ്മൂക്ക ഇപ്പോഴും ഈ 70ാമത്തെ വയസ്സിലും ലൈക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഹി ഈസ് ഗ്ലാമറസ്. അത് വേറൊരു ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നില്ല. ഈ വേറൊരു ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നില്ല ഒരാള് അതുപോലെ നിക്കുന്നുണ്ടെന്ന്. അത് ഒരാളുണ്ട്, ഞങ്ങളുടെ ബലയ്യ. ബലയ്യ. അഖണ്ഡ ഇവിടെ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പുള്ളിയുടെ അഭിനയം കണ്ടു തന്നെ പുള്ളി ഞെട്ടിപ്പോയെന്ന് എല്ലാവർക്കും അറിയാം. അത് കണ്ടിട്ട് നാട്ടുകാർക്ക് വേറെ ഞെട്ടലുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പുള്ളി പറയുന്ന പുള്ളിയുടെ ജയ് ബാലയ്യ എന്നുള്ള വിളി പുള്ളി ആദ്യമായിട്ട് കേൾക്കുന്നത് അമ്മയുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോഴാണ്. ഗർഭപാത്രത്തിൽ കിടന്നപ്പോഴാണ്. യെസ്, അവിടെ തോന്നൽ ഈ ഭൂമി ജയ് മലയാളത്തിൽ ബലയ്യ. എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ ദൈവം. ഏയ് അണ്ണാവെ പറ്റി പറഞ്ഞ അതെ, അണ്ണാവെ പറ്റി പറയാം, ഇവരില്ലാത്ത കുറെ ഫാൻ. ഞങ്ങൾ ഫാൻസ് ആണ് എല്ലാവർക്കും. നമ്മുടെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഭയങ്കര ഹാർഡ് കോർ ബാലയ്യ ഫാൻസ് ആണ്. ഹാർഡ് ബാലയെ ഫാൻസ്. ഇവിടെ കോളേജിൽ ഇവന്മാരാണ് എന്നെ ബാലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. തീർച്ചയായും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്ക നല്ല ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ബട്ട് റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പുള്ളിയുടെ റോൾ ഇതിനകത്ത്. റിയൽ ലൈഫിൽ മറ്റേ നമ്മുടെ ഷാനേഡ് മോഹൻ ഒരു ടീച്ചറായിരുന്നു, ഇതിനകത്തൊരു പോലീസായിരുന്നു. സോ ദാറ്റ് ഇറ്റ്സ് എ സ്പോയിലർ ട്വിസ്റ്റാണ്. അതാ ഒരു ഇന്റർവെൽ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയാണ് ഇങ്ങനെ ഒരു ചേഞ്ച് സംഭവം വന്നത്. ചെയ്തത്. അത് ഫസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ഹാഫിൽ മാത്രമല്ല ഉള്ളൂ സിമിലാരിറ്റീസ് ഉള്ളത്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും കഥ മൊത്തത്തില് വേറൊരു റൂട്ട് എടുത്ത് വേറൊരു പോവാണല്ലോ. രീതിയിലോട്ട് പോവാണ് സംഭവം. കാരണം അത് ആ കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. കാരണം ഇയാളിപ്പോ പോലീസുകാരനായി എന്നതുകൊണ്ട് മാത്രം. കാരണം പോലീസുകാരനായ അയാൾക്ക് കഥ തിരിച്ചുവിടും. ഇപ്പം മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും സൈനൈഡ് മോഹൻ ആക്ച്വലി കഥ തിരിച്ചുവിടാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും സെക്കൻഡ് പാർട്സിൽ ഇതുപോലെ കുറെ എലമെന്റ്സ് ഇല്ലേ, കുറെ എലമെന്റ്സ് കറക്റ്റ്, അത് റിയൽ ലൈഫ് എലമെന്റ്സ് കുറെ കറക്റ്റ് ആയിരുന്നു. കാരണം ഈ നമ്മുടെ ഇവളുടെ ക്യാരക്ടർ, അതായത് നമ്മുടെ ആക്ട്രസിന്റെ പേരെന്തായിരുന്നു, രക്ഷപ്പെടുന്ന അവളില്ലായിരുന്നോ, രജീഷ. രജീഷ വിജയന്റെ ആ ഒരു ക്യാരക്ടർ റിയൽ ലൈഫിൽ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഓക്കെ. അതായത് പുള്ളിക്കാരത്തി നല്ലൊരു ഫാമിലി ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ ഏറ്റവും അവസാനം പുള്ളിക്കാരത്തിക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈനൈഡ് മോഹനെ പിടിച്ചത്, പുള്ളിക്കെതിരെ തെളിവുണ്ടാക്കിയത്. അല്ലെ പുള്ളിനെ പിടിക്കാനേ പറ്റത്തില്ലായിരുന്നു. എനിക്ക് കഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. സോ ഞാനും ഈ ഇത് കണ്ടിട്ടാ പോയത്, മറ്റേ വല്ലാത്തൊരു കഥ. അത് ഫുള്ള് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അത് ഇപ്പൊ എന്റെ ഞാൻ ഈ മനസ്സിലുണ്ടായിരുന്നില്ല. പടത്തിന് അഭിമുഖമായിട്ട് കണ്ടതല്ല കേട്ടോ, ഞാൻ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഞാൻ അങ്ങനെ കണ്ടേ, പക്ഷെ കുറെ നാള് മുമ്പ് കണ്ടതാ. എന്നാലും ആ ഓർമ്മയുണ്ടായിരുന്നു. അതെ ഒരു പടം കണ്ടോണ്ടിരുന്നപ്പോ അതിന്റെ സീനുകളൊക്കെ വന്നപ്പം അത് ഇതാ കഥയായിട്ട് ഇത് ബന്ധമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ തോന്നി.
പറഞ്ഞു. ആ പക്ഷെ അല്ല ഇത് പക്ഷെ മമ്മൂട്ടി ഇതിനെ പോർട്രേ ചെയ്യുന്നുണ്ട് ആസ് എ സീരിയൽ കില്ലർ ആൻഡ് എ സൈക്കോപാത്ത്. അത് പുള്ളി നല്ല സൂപ്പറാണല്ലേ. പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് നൈസായിട്ട് നിൽക്കുന്ന പുള്ളി ഒരു പോലീസുകാരൻ എന്ന നിലയിൽ നൈസായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറും, അത് സമൂഹത്തിൽ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറെയും പുള്ളി നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ, ആ, അതോടൊപ്പം തന്നെ ആ ഒരു സൈക്കോപാത്തിന്റെ അത് എല്ലാ രീതിയിലും കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനായകന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ, കാരണം പുള്ളി ഈസ് another വേർഷൻ ഓഫ് ദാറ്റ്. പുള്ളി Yeah. ഒരു സൈക്കോപാത്ത് ആണോ എന്ന് ചോദിച്ചാൽ കൈൻഡ് ഓഫ് ആണ്, ബട്ട് ഇൻ എൻ ഓപ്പോസിറ്റ് സ്പെക്ട്രം. മനസ്സിലായോ? കുറച്ചുകൂടെ അതാ എലീനെ എമ്പത്തി കൊല്ലുന്ന ആ എക്സാമ്പിളിലൂടെ പുള്ളി ഒരു പറയുന്നുണ്ട്. എമ്പത്തി പുള്ളിയിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷം. കാരണം പുള്ളിക്ക് 2 പിള്ളേരുണ്ട്. ആ പിള്ളേർക്ക് ഇതുപോലെ, അത് 2 പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചാൽ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യും? അതുപോലെയാണ്. ബട്ട് പുള്ളി അതിനകത്ത് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈസ് ഓൾസോ കൈൻഡ് ലൈക്ക് എ സൈക്കോപാത്ത്. ബട്ട് അത് പുള്ളി പോർട്രേ ചെയ്യുന്ന ഒരിക്കലും നല്ല അടിപൊളിയാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ലൈക്ക് ഹിസ് ആക്ടിങ് ഈസ് നെക്സ്റ്റ് ലെവൽ when it comes to like a brilliant police officer who is also a psychopath എന്ന് പറയുന്ന രീതിയിൽ. മറ്റേത് മമ്മൂട്ടിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വില്ലൻ, പക്ക ഒരു വില്ലൻ സൈക്കോപാത്ത് അങ്ങനെ. നിനക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സിൻസെ? തിയേറ്റർ എക്സ്പീരിയൻസ് അത് കുഴപ്പമില്ലായിരുന്നു. എന്താ വെച്ചാല് നീ പറഞ്ഞ പോലെ തന്നെ ഇത് പടം ഒരു ആക്ച്വലി ആവറേജ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ച എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് എല്ലാവരുടെയും അഭിനയം നല്ല അഭിനയമായിരുന്നു. ഈവൻ ഇൻക്ലൂഡിങ് ലൈക്ക് ഒക്കേഷനിൽ വന്ന ആക്ട്രസ് ഉൾപ്പെടെ എല്ലാവരുടെയും ലൈക്ക് കാസ്റ്റിംഗ് ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു അതിൻ്റെ അകത്ത്. എന്നാ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നീ പറഞ്ഞ പോലെ ഇവിടെയും ചെറുതായിട്ട് എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം അതെ അതെ. ഈ എക്കോ കാണാനായിട്ട് ഞാൻ പല തിയേറ്ററിൽ നോക്കി. ഇവിടെ മെയിൻ സിറ്റിയിൽ ഒരു ഇതൊന്നുമില്ല. ഏറ്റവും അവസാനം മറ്റേ ആകെ ഒരു ഇത് കണ്ടത് അങ്ങ് ദൂരെ ഒരു വലിയൊരു കൗണ്ടിയിലാണ്. അല്ല സോറി, ചെറിയൊരു കൗണ്ടിയിലെങ്ങാണ്ട് അവന്മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറ്റും. സോ അതാ അതിന്റെ ഒരു പ്രശ്നം. ഇതെന്താ ഇവരത് ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർ അതെന്താ അത് കെയർ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലത്. അത് അവർക്ക് മാത്രമല്ല കൂടുതൽ ആൾക്കാർ കാണുന്നതല്ലേ അവർക്ക് വേണ്ടത്, അതല്ലേ അവർ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എന്താ എങ്ങനെയാന്ന്. അല്ല അത് മാത്രമല്ല മറ്റ് ഇപ്പം മലയാളികൾ ഒരു ഇവിടെ ഉള്ള കോൺസെൻട്രേഷൻ അല്ല മലയാളികളുടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട് ഇവിടെ ഒരു ഏരിയയില്. ഇവിടെ തന്നെ ആയ ഒരൊറ്റ ഷോ ആണ്, അത് രാത്രി 9:30. 9:30 ഒരു ഷോയ്ക്ക് ഞങ്ങൾ പോയി കണ്ടത്. കുറച്ചുകൂടെ നേരത്തെ കഴിയുവാണെങ്കിൽ പിന്നെയും നല്ലതായിരുന്നു. ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആൾക്കാർക്കും അതിലൊരു വലിയ പങ്കുണ്ട്. കാര്യം ഈ ഓരോരോ പടങ്ങളൊക്കെ റിലീസാകുമ്പം ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഈ ഇന്ത്യൻ പടങ്ങളൊക്കെ ഇവിടെ ആദ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് പോയിട്ട് പടക്കം പൊട്ടിക്കുകയും സ്ക്രീന് കുത്തിക്കിഴിക്കാൻ പോവുകയും മറ്റേ പേപ്പർ വാരി എറിയുകയും പോലുള്ള ആഘോഷങ്ങളൊക്കെ കാരണമാണ് അവർ അതിൽ നിന്ന് പിൻവാങ്ങി. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഒരു തിയേറ്റർ ഒരു മാഫിയ റണ്ണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങിയ സമയത്ത് ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് എപ്പിസോഡ്സിൽ അത് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ റിലീസ് ഇതായിട്ട് പിന്നെ അത് പടം കാണാൻ പറ്റിയില്ല. അപ്പം റീസെൻ്റ്ലി ആണെങ്കിൽ ഇവിടെ 2 തിയേറ്ററിലാണ് എനിക്ക് ഇന്ത്യൻ പടം കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അതിലൊരു തിയേറ്ററുകാരിപ്പം ഇന്ത്യൻ പടങ്ങൾ മൊത്തം കളിക്കുന്നത് നിർത്തി. കാര്യം അവർ ഇതുപോലെ ഏതാണ്ട് തിയേറ്ററിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയിട്ട് അവന്മാരിലെ ആരാണ്ട് കൊണ്ടുപോയി തീയിടുകയും, അത് ഫാൻസുകാർ ചെയ്തതല്ല, ഈ നമ്മുടെ മാഫിയയുടെ ആൾക്കാർ ചെയ്തതാണ്. അതിൻ്റെ വാതിൽക്കൽ കൊണ്ട് തീയിടുക, മറ്റേ വലിയ എന്തെങ്കിലും ഭയങ്കര ഇപ്പം ആനിമലിൻ്റെ സമയത്ത് ഉണ്ടായി ഇതുപോലെ ഏതാണ്ട് ഒരു തിയേറ്ററിൻ്റെ ഇതിൽ കൊണ്ടുപോയിട്ട് ഷൂട്ടിങ് നടത്തിയിട്ട്, അതായത് ആളുണ്ടായിരുന്നപ്പോഴൊന്നുമല്ല, ചുമ്മാ അതിൻ്റെ പുറത്ത് കൊണ്ടുപോയി 5-6 വെടി വെച്ചിട്ട് അങ്ങനത്തെ രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്ത്. അതുകൊണ്ട് ഇവർ ഒരു മൊണോപ്പൊളി കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു തിയേറ്ററിലേ കളിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ പരിപാടിയിലൊക്കെ വരുന്നത്. അത് എപ്പോഴും അതെ. ഞാൻ ഓർത്ത ആദ്യം ഇവിടെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന്. പിന്നെയാണ് ഇപ്പം UK-ലൊക്കെ ഇതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഗുദാമിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ, അതും തിയേറ്ററൊക്കെ വലിയ ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ ഈ പടം കളിച്ചാണ് ഞാൻ കാണാൻ പോകുന്ന തിയേറ്റർ ചെറുതായി അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. ഈ എക്കോ കാണാൻ പോയ സമയത്താണെങ്കിൽ അവിടെ ഒരു കാപ്പി പോലും ഇല്ല. ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്ന സമയമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഈ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുപോലും ഇല്ല. ആ അവസ്ഥയിൽ അത്രയ്ക്ക് പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലുള്ള തിയേറ്ററുകളാണ്
ഇങ്ങനത്തെ ഷോയും കാര്യങ്ങളൊക്കെ. അല്ലെ ഏതെങ്കിലും ഒരു മുക്കിലായിരിക്കും. അങ്ങനത്തെ പരിപാടി. തിയേറ്റർ എന്നാൽ ഒടുക്കത്തെ ടിക്കറ്റ് റേറ്റുമാണ് ആദ്യത്തെ ദിവസങ്ങളൊക്കെ അതാണ് വല്ല ഹൈപ്പുള്ള പടങ്ങളാണെങ്കിൽ. അതാണ് ഒരു വേറെ നെഗറ്റീവ് സൈഡ്. ഇവിടുത്തെ തിയേറ്റർ അത്ര സുഖമില്ല, ടു ബി ഓണസ്റ്റ്. പിന്നെ അതൊക്കെ വെച്ച് നാട്ടിലെ വെച്ച് നല്ല തിയേറ്ററൊക്കെ വെച്ച് കമ്പാരിറ്റീവ്ലി ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ തിയേറ്ററിലെ സൗണ്ടും ഇല്ല, ആക്ച്വലി വലിയ ക്വാളിറ്റി ഇല്ല ചില സമയത്ത്. ഏറ്റവും അവസാനം ഇപ്പം ഞാൻ ജുറാസിക് വേൾഡ് കാണാൻ പോയായിരുന്നു. ഇത്തിരി ലേറ്റ് ആയിട്ടാണ് പോയത്. അപ്പം അവസാനത്തെ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് യുവമാര് തിയേറ്ററിലെ സൗണ്ടിന്റെ ക്വാളിറ്റിയും കുറച്ചു. ഈവൻ സ്ക്രീനിന്റെ ക്വാളിറ്റിയും വളരെ ശോകമായിരുന്നു ആക്ച്വലി. സോ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഭയങ്കര ഐറോണിക് ആണ് അല്ലേ? നമ്മളിതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് എ ജനറൽ ടോപ്പിക് നോട്ട് റിലേറ്റഡ് ടു ദ ഫിലിം. പക്ഷെ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പം നമ്മൾ 4 പേരും 4 സ്ഥലത്താണ് ഇരിക്കുന്നത്. ഐ എം ഇൻ ലിവർപൂൾ UK. സിൻസ് അയർലൻഡിലാണ് ആൻഡ് ദിഗു ഇസ് ഇൻ കാനഡ ആൻഡ് KP ഇപ്പം കേരളത്തിലാണ്. അപ്പം 4 പേരും 4 സ്ഥലത്താണ് ഇരിക്കുന്നത്. ഐറോണിക് തിങ് ഇസ് ദാറ്റ് ഈ ഭയങ്കര വികസനമുണ്ട് അല്ലെങ്കിൽ വികസിത രാജ്യമാണെന്ന് പറയുന്ന ഈ നമ്മൾ ദിഗു, മീ ആൻഡ് സിൻസ് ഇരിക്കുന്ന നാടുകളിലേക്കാളും ബെറ്റർ ഹെൽത്ത് കെയർ ആൻഡ് ബെറ്റർ തിയേറ്റേഴ്സ് ഉള്ളത് നമ്മുടെ നാട്ടിലാണ് എന്ന് പറയുന്നതാണ് ഇത് ഭയങ്കര ഐറോണിക് ആയിട്ടുള്ളൊരു കാര്യം. വേ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തിയേറ്റേഴ്സായിട്ട് നമ്മുടെ നാട്ടിലെ തിയേറ്റേഴ്സായിട്ട് ഇവിടുത്തെ തിയേറ്റേഴ്സിനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ആൻഡ് ദെൻ ഫോർ us, me and KP, we come from ഹരിപ്പാട്. വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വി ഹാവ് എംലാലിന്റെ തിയേറ്റർ ഉണ്ട്, ലാലേട്ടന്റെ തിയേറ്റർ ഉണ്ട്. ദാറ്റ് തിയേറ്റർ ഇസ് ലൈക്ക് എൻ എക്സ്ട്രോർഡിനറി തിയേറ്റർ. ഭയങ്കര സൗണ്ട് ക്വാളിറ്റി, എവറിത്തിങ് ഇസ് ലൈക്ക് ഹൈടെക് ആണ്, എല്ലാം സൂപ്പറാണ്. ആൻഡ് ടോപ്പ് നോച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ വൺസ് വി എക്സ്പീരിയൻസ് ദാറ്റ് ആൻഡ് കം ഹിയർ നമുക്ക് ഭ്രാന്തളകും. വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് തോന്നുന്നു. എനിക്കും പറ്റിയൊരു കാര്യം അതാ. കാരണം ഞാൻ ഇങ്ങോട്ട്, അതായത് അയർലൻഡിലോട്ട് പോരുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ തൊടുപുഴയിൽ ആശീർവാദ് സിനിമാസ് തുടങ്ങിയിരുന്നു, ലൈക്ക് പുത്തൻ തിയേറ്റർ. അവിടെ പോയി ഞങ്ങൾ ഏറ്റവും അവസാനം ഞാൻ കണ്ട പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്ന ഒന്നല്ലെങ്കിൽ എൻഡ് ഗെയിമിന്റെ ഫസ്റ്റ് പാർട്ട് അല്ല വേറെ ഏതൊരു പടം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇതിലേതല്ല ഞാൻ കണ്ടത്. പക്ഷെ ഉണ്ടല്ലോ, സൗണ്ട് ക്വാളിറ്റി ഈസ് ഓൾമോസ്റ്റ് നെക്സ്റ്റ് ലെവൽ അവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അത് സൗണ്ട് ക്വാളിറ്റി, അതായത് സമയത്ത് നാട്ടിലെ തിയേറ്റർ സീറ്റിംഗ് നല്ല അടിപൊളിയാണ്. 4K വിഷൻ വിത്ത് ഡോൾബി അറ്റ്മോസ്, അതായത് ഡോൾബി 360, അങ്ങനെ എനിക്ക് അത് അതുപോലെ ലെവൽ ഓഫ് ക്വാളിറ്റിയാണ് നാട്ടിലെ തിയേറ്റർ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇവിടുത്തെ തിയേറ്റേഴ്സിനോട്, അത് വികസിത രാജ്യങ്ങളെ വെറും കൂതറ എന്ന് പറയാം. എന്റെ യഥാർത്ഥ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ തെറി പറയണ്ടാണ്. ഞാൻ ഇപ്പോൾ വളരെ മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സഭ്യമായ ഭാഷയിൽ ഞാൻ പറയുന്നു. തങ്കൻ ജ്യേഷ്ഠനിൽ നിന്നും തങ്കപ്പൻ ചേട്ടനായി തങ്കപ്പൻ ചേട്ടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല തന്ത വൈബിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം എന്റെ എക്സ്പീരിയൻസ് അല്ലല്ല പറഞ്ഞു KP എന്തോ പറയാൻ വന്നത്. KPയുടെ എക്സ്പീരിയൻസ് ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം, അവസാനം എന്റെ ഇത് പറയാം. ഓക്കെ, KP എന്തായിരുന്നു KPയുടെ എക്സ്പീരിയൻസ് പറയൂ. എന്റെ എക്സ്പീരിയൻസ് ഉറങ്ങുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം. കാരണം എന്റെ അനിയന്റെ അഭിപ്രായത്തിൽ അവരൊരു കൂട്ടം ചെറുക്കന്മാരുമായിട്ടാണ് സിനിമ കാണാൻ പോയത്. അപ്പം അവരെല്ലാം ഉറങ്ങി എന്നാണ് അവരുടെ കമന്റ്സ്. അപ്പൊ പിന്നെ ഞാനും അമ്മയും മാത്രമാണ് ഇത് കാണാൻ വേണ്ടി പോയത്. അമ്മ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ടർബോ കാണാൻ പോയത് ഇതേപോലെ. അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഉറങ്ങുമോ എന്ന്. എന്തായാലും ഉറങ്ങാതെ സോറി കട്ട് ഓഫ് ചെയ്താലും ക്ഷമിക്കണം. പക്ഷെ ടർബോ കഴിഞ്ഞിട്ടല്ലേ ഭ്രമയുഗം വരുന്നത്? അതെ അല്ലേ, ടർബോ കഴിഞ്ഞിട്ടല്ലേ ഭ്രമയുഗം വരുന്നത്? ഭ്രമയുഗം നിങ്ങൾ പോയി തിയേറ്ററിൽ കണ്ടില്ല? അത് ഞങ്ങൾ 4 കണ്ടു, ഞാൻ 4 ഉറങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ സോറി നമ്മുടെ ഞങ്ങൾക്കതെന്താ പിടിച്ചില്ല, ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തം. ഡിഫറെന്റ് ആണെന്ന് മാത്രമേ എനിക്ക് അതിനെ പറ്റിയുള്ളൂ. അല്ലാതെ എനിക്ക് ആ ഒരു സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ടർബോ ഇത് കഴിഞ്ഞിട്ടാ ഇറങ്ങി, ഭ്രമയുഗം കഴിഞ്ഞിട്ടാ ഇറങ്ങി. ആണോ? ഓക്കെ സോറി, ഞാൻ വിചാരിച്ചു ഇതിന് മുന്നേ അല്ല ഇത് കഴിഞ്ഞിട്ടായിരിക്കുന്നു. അതുകൊണ്ട് മമ്മൂട്ടി മാത്രം തിളങ്ങി നിൽക്കുന്ന സിനിമകൾ ഞങ്ങളിപ്പോ ഫോക്കസ് ചെയ്യാറില്ല. ഇതുപോലെ
ഇങ്ങനെ ഓ രണ്ട് എക്സ്ട്രീംസും തുല്യമാകാൻ ചാൻസ് ഉള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇത് കാണാൻ പോയിട്ട് ഓക്കെ നല്ല രീതിയിൽ തന്നെ ത്രസിപ്പിച്ചിരുത്തുന്ന മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഫിലിമില്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും നായികമാർക്കും കുറച്ച് ഇച്ചിരി കൂടെ ഒക്കെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്ന രീതിയിൽ അവരെ ഉൾക്കൊള്ളിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ മിന്നി 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 പോവായിരുന്നു ഓരോ നടിമാര്. അവരെ ഒന്നും മൊത്തത്തിൽ കാണാനൊത്തില്ല എന്നൊരു പരിഭവമുണ്ട്. പിന്നെ കുറെ പേരുള്ളത് കൊണ്ട് ആയിരിക്കും അവരങ്ങനെ ഒരു ചോയ്സ് എടുത്തതെന്ന് തോന്നുന്നു. ആയിരിക്കാം. അല്ല, എന്നെ ഒരു സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതൊരു ബെറ്റർ ചോയ്സ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് അതിന് അതായത് ഓരോ സ്ത്രീകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് മാത്രമല്ല ഉള്ളൂ. അവരെ കൊല്ലുന്ന ആ ഒരു അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ട്രാപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ കൊല്ലുന്നത്, അതാണല്ലോ മെയിൻലി ഉള്ളത്. അപ്പം ഐ തിങ്ക് അത്രയും സ്ക്രീൻ സ്പേസിന്റെ ആവശ്യമെല്ലാം ഉള്ളായിരുന്നു പക്ഷെ എന്ന് ഇത് ഞാൻ ഭയങ്കരമായിട്ടും ചോദിക്കുകയാണ് നിന്നെ. കുറച്ച് സെക്കൻഡ്സുകൾ മാത്രം ഓരോ സ്ത്രീക്കും കൊടുത്ത പോലെ ആയിപ്പോയി. എന്തായാലും ഞാൻ കുറച്ചുകൂടെ അത് പ്രതീക്ഷിച്ചു. അത് മാത്രല്ല എന്താണ് ചിലര് പടങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? മമ്മൂക്ക വരച്ച പടത്തില് 2 ഫേമസ് നടിമാരുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരൊക്കെയായിരുന്നു? ഇല്ല. അത് ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അതാരാണെന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല. ഞാനത് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. ഞാനിപ്പോ 2 പേരെ മാത്രം ഓർക്കുന്നു. 3 പേരെ ഉണ്ടായിരുന്നു. ബട്ട് ഞാനിപ്പോ 2 പേരെ മാത്രം ഓർക്കുന്നുള്ളൂ. ഒരെണ്ണം ജ്യോതിർമയുടെ പടമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരെണ്ണം നമ്മുടെ പുള്ളിക്കാരിയുടെ പേര് എനിക്കറിയത്തില്ല. മറ്റേ ഊഴം ആണെന്ന് തോന്നുന്നു. മറ്റേ ബോംബ് വെച്ച് മറ്റേ ദിവ്യ പിള്ളയാണോ? ദിവ്യ പിള്ള. യെസ്. പുള്ളിക്കാരിയുടെ പടം ഒരെണ്ണം ഉണ്ടായിരുന്നു. ബാക്കി ഒരാളും കൂടെ ഉണ്ട്. പക്ഷെ നമ്മുടെ നിമിഷ സർജയൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് അങ്ങനെ അപ്പൊ അത് അവര് ജസ്റ്റ് ആ ഒരു പടത്തിൽ മാത്രമുള്ളൂ. അതായത് അദ്ദേഹം ആ കൊല്ലുന്ന ആൾക്കാരുടെ പടം വരയ്ക്കുമല്ലോ, ആ പടത്തിന്റെ അകത്തില് മറിച്ച് നോക്കുന്നതിന്റെ ഇടയിൽ നോക്കുന്നതിന്റെ ആരെയൊക്കെയോ അകത്തിലുണ്ടായിരുന്നു. കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അതിന്റെ ഇത് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ തിയേറ്ററിൽ എന്തുവാ കണ്ടത് ആ ഒരു ഓർമ്മ വെച്ചിട്ടാ പറയുന്നത്. ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ്സ് കറക്റ്റ്. പക്ഷെ ഞാൻ ദിവ്യ കണ്ടത് പിള്ളേനെ വെച്ചിട്ട് കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അല്ല, ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പിന്നെ വന്നൊരു നിമിഷ സംശയം. സജയനെ കണ്ടായിരുന്നു അറിയത്തില്ല. ഈ ഇടയ്ക്കൊരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നിങ്ങൾ എന്റെ പുറകെ നടക്കണ്ട, നിങ്ങളുടെ ഉദ്ദേശം നടക്കത്തില്ലെന്ന് സ്ത്രീ പറയത്തില്ലേ? അവര് ആ വഴങ്ങി കൊടുത്തില്ലല്ലോ. പിന്നെ എങ്ങനെ അവരെ കൊന്നതായിട്ട് അവരുടെ പടവും ഇല്ല, അത് പച്ച കളറിലാ പുള്ളി വരച്ചേക്കുന്നത്. ആണോ? പച്ചയോ നീലയോ അങ്ങനത്തെ എന്തോ ഇതിലായിരിക്കും. ഈ റെഡ് കളറിൽ വരയ്ക്കുന്ന ആൾക്കാരെയാണ് പുള്ളി കൊല്ലുന്നത്. തട്ടിയിട്ടുള്ളത്. അവസാനം രക്ഷപ്പെട്ടവരെ ആ കളറില്. ഇപ്പൊ വിനായകനെ ആ ഒരു പച്ച പച്ച കളറിലാണ് വളരെ വരച്ചു വെച്ചിരുന്നത്. വിനായകൻ ആ ഒരു സീൻ കാണുമ്പോ അതാണ്. വിനായകന്റെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്കറിയത്തില്ല. വളരെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യൂ. പുള്ളി ഒരു ചുണ്ട് കടിച്ചായിരുന്നു. എന്ന് വെച്ചാ നീ എന്നെ വരച്ചോടാ എന്നുള്ള രീതി. ഒരു ഓ അങ്ങനെ. ആ എനിക്ക് വിനായകൻ പുള്ളി ഇച്ചിരി റിട്ടേൺ ഫേവർ ഫോക്കസ് ആയിട്ട് ചെയ്ത അതേപോലെ തന്നെ തിരിച്ച് പടം കൊടുത്ത് അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. പാട്ടും കയ്യിൽ ഞാനത് പക്ഷെ ഊഹിച്ചായിരുന്നു അതാണ് പുള്ളിയുടെ കയ്യിലോട്ട് കൊടുത്തതെന്നുള്ളത്. ഈ പക്ഷെ പാട്ടിന്റെ കാര്യം നല്ലൊരു പറഞ്ഞപ്പോഴത്തേക്ക് ആ പാട്ട് ഭയങ്കര ഹോണ്ടിങ് ആണ് കേട്ടോ. ഞാനത് പറയാൻ വരുമായിരുന്നു. KPക്ക് വെച്ചേക്കുമായിരുന്നു. അത് KP നമ്മുടെ പാട്ടിന്റെ ആളായതുകൊണ്ട് ഞാൻ KPക്ക് വേണ്ടി അത് മാറ്റി ഇത് വെച്ചേക്കുമായിരുന്നു. വേറെ പ്രത്യേകത ഉണ്ട്. ഹരിപ്പാടുകാരിയാണ് ഈ പാട്ട് പാടിയത്. പാട്ട് പാടിയത്. യെസ്. അതെ. ഓ അതെ. മാത്രമല്ല ഹരിപ്പാട്ടുകാരിയാണ് നമ്മുടെ സിന്ധു ഡെൽസൺ എന്ന് പറയുന്ന പാട്ടുകാരി. എന്താണ് നിലാക്കായം എന്ന് പറയുന്ന പാട്ട് പാടിയത്. യെസ്. പക്ഷെ നല്ല പാട്ടായിരുന്നു. ഒരു പഴയ ഇളയരാജ മൂഡിലുള്ള ഒരു ഞാൻ ഗാനം. ആദ്യം കരുതിയത് ആദ്യം ഞാനൊരു മീം കണ്ടായിരുന്നു. ഇങ്ങനെ ഇളയരാജ എന്റെ പാട്ട് തന്നെയാണോ ഇത് എന്നുള്ള രീതിയിൽ ഈ പാട്ടിനെ പരിശോധിക്കുന്നൊരു എന്താ റോള്. അതിപ്പോ വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റീവ് സർക്കാസമാണ്. ശരിയാണ്. ഞാനും അങ്ങനെ തന്നെ ആദ്യം കരുതിയത്. അത് പക്ഷെ ഇത് ഈ സിന്ധു ഡെൽസന്റെ കാര്യം ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ. നിലാക്കായം ആണ് എല്ലാവർക്കും അറിയാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ആക്ച്വലി ശ്രീരാഗ് പാടിയ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നിയായിരുന്നു. ഫിലിമിൽ അത്ര ഇൻക്ലൂഡഡ് അല്ലെന്ന് തോന്നുന്നു. ഒരു അല്ല, അതുണ്ടല്ലോ ഈ പാട്ടുകളെല്ലാം ഇതിനകത്തുള്ള ഇപ്പം ഇതിന്റെ ഈ കളങ്കാവലിലെ ജൂക്ക് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാട്ടുകളെല്ലാം ഒരു 2 മിനിറ്റ് 1 മിനിറ്റ്സ് ആ ഒരു ചെറിയ ഫ്രെയിമിലേ ഉള്ളൂ ഈ പാട്ടുകളെല്ലാം. ചെറിയ പാട്ടുകളാണത്. അത് മിക്കതും എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നിട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
ആൻഡ് ഐ വാസ് ഓൾവേസ് ശ്രീരാഗ് ഫാൻ. ഞാൻ ഖത്തറിലുണ്ടായിരുന്ന സമയത്താണ് ഞാൻ കുറച്ചാൾ ഖത്തറിലുണ്ടായിരുന്നു ഫോർ എ ഇയർ. സോ ആ ഈ സമയത്താണ് സ്റ്റാർ സിംഗർ ശ്രീരാഗ് നടക്കുന്നത്. മ്യൂസിക് ഡയറക്ടറും ആണോ അല്ല. അല്ലല്ല, അതോ പാട്ട് മാത്രമേ ഐഡിയസ് ഉള്ളൂ അത് മ്യൂസിക് ഡയറക്ഷൻ വേറെ അല്ലേ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഹീസ് എ കണ്ടസ്റ്റന്റ് ഫ്രം ഐഡിയ സ്റ്റാർ സിംഗർ. പുള്ളി ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ശ്രീരാഗ് പുള്ളിയുടെ ഭരതൻ ആണോ ശ്രീരാഗ്, യെസ് യെസ്, ഞാൻ പുള്ളിയുടെ ഉം. ഫാൻ ആയിരുന്നു. ഭയങ്കര ഒരു പ്രത്യേക സൗണ്ടാണ് പുള്ളിക്ക്. ഭയങ്കര ഭയങ്കര ഒരു രസമാണ് കേട്ടോണ്ടിരിക്കാൻ. പക്ഷെ സാഡ്ലി അദ്ദേഹം അല്ല ജയിച്ചത് ഐഡിയ സ്റ്റാർ അവനൊരു സിംഗറിൽ. സോ ജനപ്രിയ ഐ വാസ് വെരി സാഡ് ടാഗാ അബൌട്ട്. കൊടുത്തേന്ന് തോന്നുന്നു. അതെ 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 ജനപ്രിയനായിരുന്നു. ആൾക്കാർക്ക് എല്ലാവർക്കും അതൊരു ആ ഒരു എന്താ പറയുന്ന ഒരു കല്ലേടി ആയിരുന്നു പുള്ളി അതിന്റെ ജയിക്കാതിരുന്നത്. സംസാരത്തിന്റെ ഒക്കെ ഐ വാസ് വെരി പ്രത്യേകതയാണ് സാഡ് അബൌട്ട് ഇറ്റ്. തോന്നുന്നു. അല്ല പാട്ടും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പുള്ളിയുടെ പാട്ടും പെർഫെക്റ്റ് അല്ല അവൻ. നല്ലതായിരുന്നു കാരണം എന്നാണ് എന്റെ അതിനൊരു അഭിപ്രായം. പവർ ഇല്ലായിരുന്നു അവന്റെ പാട്ടിന്. മറ്റേ ഫസ്റ്റ് കിട്ടിയ അവൻ തന്നെ ഇതിന് യോഗ്യെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവന്റെ ഒരു കുട്ടിത്തമുണ്ട്, അതിന്റെ ഒരു എന്തോ ഒരു രസമുണ്ട് ഈ ഇങ്ങനെ പാടാൻ നിൽക്കുന്ന സമയത്തുള്ള സ്റ്റേജിലെ പെർഫോമൻസിന്റെ ഇടയിലുള്ള സംസാര രീതിയൊക്കെ ഒരു രസമുണ്ട്. അതുകൊണ്ടായിരിക്കും ജനപ്രിയ. അപ്പൊ ശ്രീരാഗിന്റെ പാട്ടുകൾ നല്ലതാണ്. എന്തെനൊക്കെയാൻ വേറൊരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടായിരുന്നു. എന്താണ് നമ്മുടെ മമ്മൂക്കയുടെ എന്താണ് കൊച്ചുമോനാണ് മറ്റേ അതിനകത്തിൽ വേറെ ഒരു പാട്ടും കൂടെ ഉണ്ട് അത് പാടിയിരിക്കുന്നത്. ആദ്യൻ സെയ്ദ് എന്നാന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. എനിക്ക് അറിയില്ല പേര് കറക്റ്റ് ആയിട്ടാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. പുള്ളിയും പാട്ട് പാടിയിട്ടുണ്ട്. അത് ഇതിന്റെ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ദാറ്റ്സ് മോർ ഓഫ് എ വെസ്റ്റേണൈസ്ഡ് മ്യൂസിക്. അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇതിനകത്തുള്ള ആ ഒരു ഡിഫറെന്റ് പാട്ട് ഈ ഇളയരാജ തീമിലുള്ള പാട്ടല്ല. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ മ്യൂസിക് പോലത്തെ ഒരു സാധനമാണ്. അപ്പം തുടക്കത്തിലെ പാട്ടാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. അത് എവിടാ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ അതെ, എക്സാക്ട്ലി തുടങ്ങുമ്പോ ഓർക്കുന്നില്ല. ഒരു ഇച്ചിരി ഒരു ടൈറ്റിൽ കാർഡിലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ അത് പറഞ്ഞ ശ്രീരാഗ് വേറെയാ, ശ്രീരാഗ് സജി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആണ്. ചുരുളിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ പുള്ളി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ശ്രീരാഗ് അല്ലേ? ഇത് പാട്ടുകാരൻ ശ്രീരാഗ് ഫ്രം ഐഡിയ സ്റ്റാർ സിംഗർ. ഓക്കെ ഓക്കെ യെസ്. ഓക്കെ. അപ്പോ എന്താണ് പാട്ടുകൾ വെരി ഇംപ്രസീവ്. ആൻഡ് ഇത് പാട്ട് പാടിയവരെ മാത്രമല്ല, ഒബ്വിയസ്ലി ഇവരുടെ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള സൗണ്ടാണ്. പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ സിന്ധു ഡൽസൺ എന്ന് പറയുന്ന എന്താ ഗായികയുടെ സൗണ്ട് വെരി യുണീക്ക്. ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആ സൗണ്ടാണ് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ദെൻ അതിന്റെ ആ സൗണ്ട് ഡിസൈനിങ് ഭയങ്കര എന്താ പറയുക, അത് കമന്റബിൾ ആണ്. കാരണം അന്നത്തെ കാലത്തെ ആ ഒരു സൗണ്ട് പാറ്റേൺ കൊണ്ടുവരാൻ നമ്മളെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് പറ്റി. ആ സൗണ്ട് ഡിസൈനേഴ്സ്, മ്യൂസിക് കമ്പോസറിനത് അത് കമന്റബിൾ ആണ്. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പറഞ്ഞ പോലെ സിൻസ് പറഞ്ഞ പോലെ പാട്ട് ഇസ് വെരി ഹോണ്ടിങ് ഓൾസോ. ഇത് ഈ സെയിം കാര്യം നമ്മളിത് ഫസ്റ്റ് പാട്ട് റിലീസ് ചെയ്ത സമയത്ത്, യൂട്യൂബിൽ റിലീസ് ചെയ്ത സമയത്ത് ഈ സെയിം കാര്യം നമ്മുടെ ചക്രവാണി അണ്ണം പറഞ്ഞായിരുന്നു. സെയിം കാര്യം പറയാം. വെരി വെരി ഹോണ്ടിങ് ആൻഡ് വെരി എന്താ പറയുന്നത്, നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ടൈപ്പ് പാട്ടാണെന്നുള്ള കാര്യം എന്താണ് ചക്രവാണി അണ്ണം പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. സോ മ്യൂസിക് വാസ് എക്സ്ട്രോർഡിനറി എന്നെ സംബന്ധിച്ച്. മ്യൂസിക് അതിന്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും എല്ലാം ഒരു കൊള്ളാം, നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഞാനങ്ങനെ തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ ഉറങ്ങുന്ന കൂട്ടത്തിലുള്ള, എത്ര ബോറ് പടമാണെങ്കിലും, ഉദാഹരണത്തിന് വില്ലാളി വീരൻ, പിന്നെ നീ എക്കോയ്ക്ക് ലാൽ പോയി ബഹദൂർ പറഞ്ഞതല്ലേ, നീ ശാസ്ത്രി, മിണ്ടരുത്. അല്ല വേറെ ആരും അതെ ട്രെൻഡ് ചെയ്തില്ല, അതെ, ഇക്കോടൊക്കെ അതിനൊരു വിളിക്കണ്ട, ഡിഫൻസ് എനിക്കിനി ആയിട്ടാണ് ഞാൻ കാണാനുണ്ട്. പറയുന്നത്. അത്തരം പടങ്ങൾ വരെ കുത്തിയിരുന്ന് ഓ ഇല്ല, ആണോ? തീർച്ചയായും. ഇല്ല പറയില്ല. അപ്പം യെസ്. അത്രയും പടങ്ങൾ വരെ കുത്തിയിരുന്ന് കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് ഞാനത് ഈ ഒരു വൈകുന്നേരത്തെ ഷോ ആയിരുന്നു, ഒരു 7 അങ്ങനെ എന്തോ ഒരു ടൈം എന്തോ ആയിരുന്നു. അല്ലല്ല, 9 മണിയുടെ ഷോ ആയിരുന്നു. അപ്പം വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഴ്ന്ന നിദ്രയിൽ ആഴ്ന്ന ഒരു സമയമായതുകൊണ്ട്, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഈ രാത്രിയിലാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്, അതായത് വെളുപ്പിനെ ആണ് ആക്റ്റീവ് ആകുന്നത്. അപ്പം ആ ഒരു ടൈം ആയിരുന്നുകൊണ്ട് ഞാൻ പോയിട്ട് എക്കോ കാണാൻ കയറി. സുഖനിദ്രയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മയങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ആരാ ഇവിടൊക്കെ എന്ന് അന്വേഷിക്കുന്ന ഒരു പരുവത്തിലായിരുന്നു. അപ്പോൾ അതെന്നെ ഭയങ്കര അതിഭീകരമായി ട്രോമറ്റൈസ് ചെയ്തായിരുന്നു. കാര്യം പൈസ കൊടുത്ത് ഞാനങ്ങനെ തിയേറ്ററിൽ കയറിയിട്ട് അങ്ങനെ ഇരുന്ന് ഉറങ്ങിയിട്ടില്ല.
അപ്പം അതുകൊണ്ട് തന്നെ കളംകാവൽ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. അവിടെ മറ്റേ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ കാപ്പിയും കോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ആകെ ഒരു ഷോട മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഐസ് ക്യാപ്പച്ചിനോ ഒരു 3 എണ്ണം എക്സ്ട്രാ ലാർജ് ഓർഡർ ചെയ്ത് വെച്ചു. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിലൊരെണ്ണം എടുത്തുകൊണ്ടാണ് കളംകാവലിന് പോയത്. അപ്പം അതിൻ്റെ ഒരു ബലത്തിൽ പടം മുഴുവൻ ഇരുന്ന് കണ്ടു. ആൻഡ് തിയേറ്ററിൽ സർപ്രൈസിംഗ്ലി നല്ല ഓഡിയൻസ് ആയിരുന്നു എനിക്ക് ഇത്തവണ ഉണ്ടായിരുന്നത്. DSRയിൽ ഉണ്ടായിരുന്ന പോലെ അടുത്തിരുന്ന് കൊണയടിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ പീസ്ഫുള്ളായിട്ട് കാണാൻ സാധിച്ചു. ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആരും ഇങ്ങനെ ഈ ടൈറ്റിൽ കാർഡ് വന്നപ്പം മറ്റേ ഫോൺ എടുത്ത് ഫ്ലാഷ് ചെയ്യുക അങ്ങനത്തെ കലാപരിപാടികളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് പടം കണ്ടു. പക്ഷെ പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് അത്ര നല്ലതായിരുന്നില്ല. കാര്യം വാതിക്കലോട്ട് ഇറങ്ങിയപ്പം ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി 90കളിലെ വസന്തം അമ്മാവന്മാർ ഇപ്പോഴത്തെ ജനറേഷനെ കുറ്റം പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ബട്ട് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ടാക്സി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം കൊടും തണുപ്പാണ്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വാതിൽക്കൽ തന്നെ, അതായത് തിയേറ്ററിൻ്റെ ആ ഡോറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയില്ല. അവിടെ തന്നെ ഒരു ഒരു സംഘം ചെറുപ്പക്കാർ വണ്ടി അവന്മാരുടെ കാറ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അവിടെ പുറത്തിറങ്ങി നിന്നിട്ട് അവിടെ നിന്നിട്ട് വലിയാണ്. വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിജുവാന ഗഞ്ച ആണ് വലിക്കുന്നത്. അതിലൊരുത്തനാണെങ്കിൽ അതും വലിച്ചുകൊണ്ടിരിക്കുക. അവന് സിഗരറ്റ് വലി അവന് മുമ്പ് വലിച്ച് ശീലമില്ലെന്ന് തോന്നുന്നു. അവനിരുന്ന് വലിച്ചിട്ട് ഒരു പഫ് എടുക്കും, ചുമയ്ക്കും, പഫ് എടുക്കും, ചുമയ്ക്കും. അങ്ങനെ ചുമച്ച് ചുമച്ച് ക്ഷയരോഗം വരുന്ന പോലെ ഇരുന്ന് ചുമക്കും. ഞാൻ ഓർത്തു ഇവനെന്തിന് ഇത്ര കഷ്ടപ്പെട്ട് ഇതിരുന്ന് വലിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പം അങ്ങോട്ടെങ്ങനെ മാറി നിന്ന് വലിച്ചാൽ പോരെ, ഇതിൻ്റെ മണം ഇങ്ങനെ അടുത്തോട്ടും സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു പച്ചപ്പുല്ല് കത്തിച്ച പോലത്തെ ഒരു വൃത്തികെട്ട മണമായതുകൊണ്ട് തന്നെ അത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ തിയേറ്റർ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ചെറുതായിട്ടൊന്ന് മങ്ങലേൽപ്പിച്ചു. ബട്ട് അതർ ദാൻ ദാറ്റ് പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എവിടെയും ഈ റിവ്യൂവിലൊക്കെ ചിലർ പറഞ്ഞ പോലെ ലാഗോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിലൊക്കെ ചില പിശകുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഞാനെന്തോ മേ ബി ആ ക്യാപ്പച്ചിനോയുടെ ബലത്തിലിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, നല്ലൊരു മൂഡിലിരുന്നുകൊണ്ട് എനിക്ക് വളരെ എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത്. എനിക്കങ്ങനെ എവിടെയും ലാഗൊന്നും അടിച്ചതായിട്ട് തോന്നിയില്ല. പിന്നെ അവർ മമ്മൂക്കയും ഓരോ സ്ത്രീകളുമായിട്ടുള്ള ഇത് കാണിക്കുന്ന സമയത്ത് അത് ചിലർ പറഞ്ഞു അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് അതൊരു എന്താ പറയുന്നത്, ഒരു റെപ്പറ്റീഷൻ പോലെ പുള്ളിയുടെ മെത്തഡോളജി കാണിക്കുന്നതിന് ഓരോ പെണ്ണുങ്ങളുടെ ഇതിലോട്ട് വരുന്ന കാണിക്കുന്നത് കൊണ്ട് അത് റെപ്പറ്റീഷനായിട്ട് തോന്നി എന്നുള്ളൊരു അഭിപ്രായം കേട്ടായിരുന്നു. ബട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല. അത് ആ ഒരു പുള്ളിയുടെ പാറ്റേൺ അങ്ങനെയാണ്. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് പുള്ളി ഓരോന്നിനും ഇപ്പം വിനായകൻ്റെ ക്യാരക്ടറൊക്കെ അവർ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും അതിനനുസരിച്ച് പുള്ളി ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം കൊലപ്പെടുത്തുന്ന മെത്തേഡിലൊക്കെ വരുത്തിയ മാറ്റം, അങ്ങനെയൊക്കെ ഓരോന്ന് ചെറിയ ചെറിയ ആഡ് ഓൺസ് ആയിട്ട് വരുത്തുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല. പിന്നെ ഓരോ സ്ത്രീകളുടെയും ഇത് KP പറഞ്ഞ പോലെ ഓരോ അതായത് സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിൻ്റെ അകത്തുള്ളവരുടെ അവരെ കൂടുതൽ കാണിക്കുന്ന രീതിയിൽ അവരുടെ ലൈഫ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ആ ഒരു സാഹചര്യത്തിൽ എത്തിയെന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അത് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ പക്ഷെ അത് ഈ കാണിക്കുവാണെങ്കിൽ സമയം ആ കൂടുതലാവോ, അതാണ് അങ്ങനെ ഒരു അതിന്റെ ഒരു പ്രശ്നം. പ്രശ്നമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് റിയൽ ലൈഫിൽ ഓൾമോസ്റ്റ് 30 പെണ്ണുങ്ങളെയാണ് ഇയാള് എന്നാ യഥാർത്ഥത്തില് കൊലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ 30 പക്ഷെ അത് പെണ്ണുങ്ങളെ എല്ലാത്തിൻ്റെയും ഒറ്റയടിക്ക് ഇതിന് കേസില്ല കാണിക്കുവാണെങ്കിൽ അല്ലേ? ആ കുറച്ച് എല്ലാ ഏതാണ്ടേ ഉള്ളൂ, 10 12 ഏതാണ്ടേ ഉള്ളൂ ഇതായിട്ട് വന്നിട്ടുള്ളൂ. ആ 30ഓളം പക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്ന രീതിയിൽ ഏതാണ്ടാണ് ഇതിൻ്റെ അല്ല അകത്തെ അത് പോലെ അത് തന്നെ. അത് പക്ഷേ ഒരു ബ്രില്യൻസ് ആയിരുന്നു ആക്ച്വലി. കാരണം അത് പക്ഷേ വിനായകൻ ആക്ച്വലി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം ഒന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നല്ലേ. കാരണം 10 30 എണ്ണം ഉണ്ടല്ലോ എന്നാണല്ലോ കേട്ടത്. പക്ഷെ ആക്ച്വലി 12 എണ്ണമല്ല, 12 അ- കൊലപാതകങ്ങളല്ല നടന്നിട്ടുള്ളത്. ലൈക്ക് അവിടെ ഒരു ഇവിടെ ഡീറ്റെയിൽ അത് ആയിട്ട് ശ്രദ്ധിക്കുന്ന മാത്രമല്ല ആ ഈ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ ശ്രദ്ധിക്കുന്ന ഒരാള് ഇവൻ അങ്ങനെ ഇത്രയും എന്നാ
ഇത്ര നമ്പർ അറിയാം എന്ന് പുള്ളി അത് എന്താ ചോദിക്കുന്നുണ്ട്. അതെന്താ ആ സാറേ അങ്ങനെ പറഞ്ഞേന്നുള്ളത്. പക്ഷെ അത് പുള്ളി അത് ക്യാച്ച് ഓൺ ചെയ്തില്ല. അത് മാത്രമല്ല വേറൊരു സീനില് ഈ പോലീസ് അവരുടെ ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്നവരുടെ ലിസ്റ്റ് എടുക്കുന്നതിൻ്റെ അകത്ത് അതിന് മമ്മൂട്ടിയുടെ ഇതും ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് അത് ആ ഒമിറ്റ് അത് ചെയ്തു പോയത് എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ ആ ആലോചിച്ചു പടം അതൊരു കണ്ടോണ്ടിരുന്നപ്പോൾ. ഫ്ലോ ആണ്. കാരണം യഥാർത്ഥത്തിൽ ഈ റിയൽ ലൈഫിലെ സ്റ്റോറിയിൽ വരുമ്പോഴത്തേക്കും പുള്ളി അതായത് ഈ സൈനൈഡ് മോഹൻ അല്ലേ ടീച്ചർ ആ ആയിരുന്നല്ലോ, പുള്ളിയുടെ ഈ അറ്റൻഡൻസ് റെക്കോർഡുമായിട്ട് അവരത് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ പടത്തിനകത്ത് അവർ ഒരു ലോജിക്കൽ ഫ്ലോ കാണിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരിത് ആക്ച്വലി ഇത് എടുത്തു വെക്കുന്നുണ്ട്, ബട്ട് ആ ലോജിക്കൽ ഫ്ലോ ഇത് വെച്ച് നോക്കില്ല. പുള്ളിയുടെ അറ്റൻഡൻസ് റെക്കോർഡും പുള്ളി എപ്പോഴാണ് പോയതെന്നും മിസ്സായതെന്നും അത് വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമായിരുന്നു, ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട വന്നേനെ. ആ അല്ല രണ്ട് ഈ കാര്യവും സീൻ കാണിച്ചപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു ഇത് എപ്പോൾ പിടിക്കേണ്ട കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഓൾറെഡി ഇവരോട് പറഞ്ഞിട്ടുള്ള ഇവർക്ക് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം ഈ ഇതിലോട്ട് ഇൻവെസ്റ്റിഗേഷനിൽ പാർട്ടാവണമെന്ന് പറഞ്ഞു വന്നതാണ്. പിന്നെ അതിന് മുന്നേ ഈ പറഞ്ഞ പോലെ മറ്റേ അതിന് മുമ്പായിരുന്നു തോന്നുന്നു ഈ 30ഓളം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതി 10-30 കാണും എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് അവര് കണക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അതെന്താ കറക്റ്റ്. എന്തുകൊണ്ടാ പക്ഷെ അത് അത് ഒമിറ്റ് ആ ചെയ്തതെന്ന് ആ സമയത്തേക്കും പുള്ളി എന്താ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി വേറൊരു എന്താണ് ആളെ കൊണ്ടുവന്ന് മറ്റേ ഓഫീസറിനെ കൊണ്ടുവന്ന് ഇവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നുണ്ടല്ലോ. അപ്പൊ അവര് പിന്നെ അത് ഉണ്ട്. പക്ഷെ ഇത് ആ റെക്കോർഡ്സ് കഴിഞ്ഞിട്ടാണല്ലോ. അതും കഴിഞ്ഞിട്ട് അവർ ആ ഫോണിന്റെ ഇത് ട്രേസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് മറ്റേ ആളാണെന്നുള്ള രീതിയിൽ അതിലോട്ട് എത്തുന്നത്. അതിന് മുന്നേ ഇവരിത് കാണണ്ടാണ്. കാര്യം മറ്റേ ഇതിൻ്റെ അകത്തുള്ള DSRയിലുള്ള പുള്ളി ആ ലിസ്റ്റൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ആ ലിസ്റ്റ് എടുത്ത് അവരിങ്ങനെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴേ അത് ഒരു സംശയത്തിന്റെ ഇതെങ്കിലും പുള്ളിയുടെ നേരെ അന്നേരം വരേണ്ടിയിരുന്നതല്ലേ എന്ന് ഞാനിങ്ങനെ ഓർത്തു. അതൊരു ഓൾസോ പിന്നെ വേറൊരു കാര്യമുണ്ട്. എനിക്കറിയില്ല. ആസ് എ റിയൽ ലൈഫ് പോലീസ് ഓഫീസർ, അതായത് പുള്ളി അതിനകത്ത് പോലീസ് ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. ഒരു പോലീസ് ഓഫീസറിന്റെ ആക്ച്വൽ ഒരു ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അവരെപ്പോഴും ഇങ്ങനെ ചോദിച്ചാൽ ലീവ് തന്നെ കൊടുക്കണമെന്നില്ല. അത് വേറൊരു കാര്യമുണ്ട്. അതെനിക്കൊരു വേറൊരു ഫ്ലോ ആയിട്ട് തോന്നിയത്. കാരണം ഇപ്പോൾ നമ്മുടെ ഇപ്പം നാട്ടിലെ പോലീസ് ഓഫീസർ അവരെപ്പോഴും മിക്കവാറും ഓൺ ഡ്യൂട്ടിയിലായിരിക്കും. അവർക്ക് ലീവ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോങ് ലീവ് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ഉം, അങ്ങനെ ഉം, പോയിട്ട് ആവാനും സാധ്യതയുണ്ട്. അതുപോലെ പുള്ളി സ്പെഷ്യൽ അതല്ല പുള്ളി ബ്രാഞ്ചിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം അപ്പം അങ്ങനെ അതിനനുസരിച്ച് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോയാണെന്നൊക്കെ എന്തെങ്കിലും ലെഗ് പറയുന്നുണ്ടോ? വർക്കിന് വേണ്ടി ഇവരെ വിടുമ്പോഴത്തേന് അതിന്റെ ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ ഇവരെ ചെറുതായിട്ട് ഇങ്ങനെ വല്ല അഡ്ജസ്റ്റ് പുള്ളി അതിന്റെ ചെയ്യുന്നതായിരിക്കും. ഇടയിൽ പോയിട്ട് ഒരു സ്റ്റേഷൻ ഡ്യൂട്ടി അങ്ങനത്തെ ഇതിലുള്ള അല്ലാത്തതുകൊണ്ട് മേ ബി അങ്ങനെ ഒരു ലീനിയൻസി ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്താണ് അധികം എനിക്കൊരു ചെറിയൊരു ഫ്ലോ അതിനകത്തും എനിക്ക് ചെറുതായിട്ടൊന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതെന്റെ തോന്നൽ മാത്രമായിരിക്കും അത്. ഞാന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ കാര്യം പറഞ്ഞപ്പോഴേ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഓഡിയൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ഹാഫിൽ നിർത്തിയിരുന്നെങ്കിൽ ഈ പടം നല്ലതായിരുന്നേനെന്ന്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എനിക്കത് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. ഒരു ബിക്കോസ് അഭിപ്രായവുമില്ല. ഇതെങ്ങനെ റെഡിക്കുലസ് കണ്ടിട്ട് ആയിട്ടുള്ള അതൊരു റെഡിക്കുലസ് കമന്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ പക്ഷെ yeah, ഈ സിനിമ അവസാനിക്കുമ്പോ ആരേലും ഒന്ന് കൈയടിക്കും എന്ന് ഞാൻ കരുതി. കാരണം ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു തിയേറ്ററിൽ കൈയടിക്കാൻ. ഒരു മനുഷ്യനും കൈയടിച്ചില്ല. കാരണം എനിക്ക് റിയാക്ഷൻ കൈയടിക്കണം ഇല്ലാത്ത എന്ന് ഓഡിയൻസ് തോന്നി. ആയിരുന്നു. ആയിരുന്നു. എനിക്ക് നേരെ തിരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിനായകന് വേണ്ടിയിട്ട് കൈയടിച്ച മൊമെന്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു ഓഡിയൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ എന്താ മറ്റേ പോലീസ് ഓഫീസറാണ് പുള്ളി എന്നുള്ള ട്വിസ്റ്റ് ഇതിൻ്റെ അകത്ത് പല ട്വിസ്റ്റുകളും പ്രതീക്ഷിച്ച ട്വിസ്റ്റുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതെ പോയ ഒരു ഐറ്റമായിരുന്നു മറ്റേ ലാസ്റ്റ് പുള്ളിക്ക് ഒരു പെണ്ണിന്റെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അന്വേഷിക്കോ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോഡ്ജിലെ പുള്ളി കാണിക്കുന്നുണ്ടല്ലോ. അയാള് പോലീസുകാരനാണെന്നുള്ള ഒരു അത് ഞാനും ട്വിസ്റ്റ്. പ്രതീക്ഷിച്ചില്ലായിരുന്നു. Yes. അയാള് അത് മേ ബി പോലീസുകാരനായിരുന്നോ വിനായകനെ അയാള്? അതെ അയാള് അതെ അതെ. പോലീസുകാരന് അയാള് വിനായകനെ ഓ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഓർത്തു. പക്ഷെ അയാളും പോലീസായിരുന്നു എന്നുള്ള ഒരു കാര്യം പോലീസുകാരനാണ്. ഞാനും അത് ഞാൻ ഓർത്തായിരുന്നു പ്രതീക്ഷിച്ചില്ല. അയാള് വിനായകനെ ഹെൽപ്പ് ചെയ്യുവാന്നാണ് ഞാൻ ഓർത്തത്. അതായത് ആ ശരിക്കും എന്താ മോളുടെ പെണ്ണിന്റെ അച്ഛനാണ്. അച്ഛനാണെന്നുള്ള പക്ഷെ വിനായകനെ ഞാനങ്ങനെ ഹെൽപ്പ് ഓർത്തു. ചെയ്യാന്നുള്ള രീതി. അവൾക്കിപ്പോ അയാള് പോലീസുകാരനാന്ന് പറഞ്ഞത് ഒരു പക്ഷെ നല്ലൊരു ഈ ഒരു അത് ഏത് സസ്പെൻസ് സംഭവത്തിൽ അറിയുന്നത്? അറിയത്തക്ക ഞാൻ കരുതി ശരിക്കും ഹോട്ടൽ ഉടമയായിരിക്കും.
ആ ആം, ഞാനും അങ്ങനെ വിചാരിച്ചു. അല്ല, പക്ഷെ ഒരു അവസാനം പുള്ളി പറയുന്നുണ്ട് സല്യൂട്ട് അവര്. അടിച്ച് വിനായകന് സല്യൂട്ട് അടിക്കുമ്പോൾ തന്നെ അതൊരു അവര് സട്ടിലായിട്ടാണ് അതിങ്ങനെ പറയുന്നത്. പക്ഷെ അത് നല്ലൊരു ഇതായിരുന്നു. അത് ഈ സസ്പെൻസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ദിഗു പറഞ്ഞില്ലേ, ആ ഒരു എലമെന്റ് ആക്ച്വലി ആ എലമെന്റിനെ കുറിച്ചാണ് സരോജി എന്ന് പറഞ്ഞത്. അതായത് ഇറ്റ്സ് വെരി പ്രഡിക്റ്റബിൾ. അതിനൊരു ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ എന്ന് വിളിക്കുന്നതിനോട്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ എന്ന് വിളിക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് സരോജി പറഞ്ഞതിന്റെ ഒരു 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 ഉറവിടം അതായിരുന്നു. സോ ആ ആ ഒരു ഒരു അത് രീതിയിൽ അവരത് മാർക്കറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതങ്ങനെ ഇപ്പം നമ്മള് IMD എല്ലാവർക്കും ഓൾറെഡി അറിയായിരുന്നു പുള്ളി സൈനൈഡ് മോഹനാണ്, പുള്ളിനെ പക്ഷെ പിടിക്കാനാണ് അത് വിനായകൻ പടം വരുന്നതെന്നൊക്കെ ഉള്ള. അതായത് സരോജി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവർ പടം പ്രസന്റ് ചെയ്യുന്ന രീതിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഇതൊരു സസ്പെൻസ് ഉള്ള പോലെയാണ്. ഇത് ഈ പെണ്ണുങ്ങളെ എങ്ങനെയാണ് കൊല്ലുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇയാളുടെ ഒരു മാർഗം, മേ എപ്പോഴാണ് ബി നമുക്ക് കൊല്ലുന്നത്. ആ കഥയൊക്കെ ഏതാണ്ട് അറിയാവുന്നുണ്ട്. ഇത് അറിയാത്ത ആളുകളുടെ ഓഡിയൻസിന്റെ ഈ അഭിപ്രായം എടുക്കുന്നതിന്റെ ഇതിൽ ട്വിസ്റ്റുകളൊക്കെ ഭയങ്കരമായിരുന്നു, പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലേലും എന്തുവാ ഈ ഇതിന്റെ ഈ പടത്തിനെ കുറിച്ച് എഴുതുന്ന ഈ എന്താ അഡ്വർടൈസ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, പേജസ് ഉണ്ടല്ലോ, വിക്കിപീഡിയ പോലത്തെ പേജസ്, അതിനകത്തിൽ ആ ത്രില്ലർ എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. സസ്പെൻസ് ഉണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ എന്നും പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. സോ ഒരു ത്രില്ലർ മോഡിലായില്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് പ്രഡിക്റ്റബിൾ സസ്പെൻസ് ആയിരുന്നു എന്നുള്ളതിന് എന്നുള്ള ആ ഒരു എന്താണ് എലമെന്റ് നിന്നെ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ചായിരുന്നു? നിങ്ങൾ ആരെങ്കിലും ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ചായിരുന്നോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇല്ല, ബിക്കോസ് ഞാൻ ഫോർ ഞാൻ മീ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം ആ ഒരു ഫോർ മീ ഇറ്റ് വാസ് മൂഡിലായിരുന്നു നോട്ട് എ കണ്ടേ. ത്രില്ലർ. ആ അതെ ആ അതെ, അതെ എന്റെ അതെ അതെ. പ്രശ്നം ആൻഡി എനിക്കിതൊരു എനിക്ക് ത്രില്ലർ അല്ലായിരുന്നു എന്നുള്ളതാണ് മെയിൻ റീസൺ. എന്നെ സംബന്ധിച്ച് ഇതൊരു ഒരു ഡോക്യുഫിക്ഷൻ പോലത്തെ ഒരു ആ ആ ഒരു സാധനമായിരുന്നു. രീതിയിൽ ഞാനും കണ്ടത് ഇനി. ഞാൻ ബേസിക്കലി ഒരു ക്രൈം ത്രില്ലർ ആയിട്ടാണ്, അതായത് മറ്റേ റിയൽ ലൈഫിൽ മറ്റേ സൈനൈഡ് മൂവ്മെന്റ് ഒരു എന്നാ സീരിയൽ കില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയില്ലേ, ആ ഒരു ബേസിലാണ് ഞാൻ പോയത്. സോ ഓൾറെഡി എന്റെ മൈൻഡ് ഓൾറെഡി സെറ്റ് ആയിരുന്നു. അപ്പം അതാ ഞാൻ ചോദിച്ചത്. അപ്പം സസ്പെൻസ് വരാത്തപ്പം, അല്ലെങ്കിൽ നീ ഇപ്പൊ ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഒരു ത്രില്ലിംഗ് അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചോ? നിനക്ക് അതിനെ ത്രില്ലിംഗ് അവസ്ഥയിലേക്ക് നിന്റെ മൈൻഡിനെ കൊണ്ടുവരാൻ പടത്തിന് കഴിഞ്ഞോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അറിയതായിട്ട് തോന്നുന്നില്ല, ഇത് ബട്ട് ചെറുതായിട്ട് എന്നെ മറ്റേ ആ ഒരു റിയൽ ലൈഫിൽ നിന്ന് കുറച്ചൊരു ട്വിസ്റ്റ് ഉള്ളത് കാരണം ചെറുതായിട്ടൊരു പക്ഷെ അത്ര ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്കിത് അതിന് അത് പറ. എനിക്കിത് ത്രില്ലിംഗ് ആയിട്ട് തോന്നി. കാരണം പറയാൻ ഇതെങ്ങനെ പിടിക്കും എന്നുള്ള ഒരു കാര്യം വെച്ച് എനിക്കിത് ത്രില്ലിംഗ് ആയിരുന്നു. ഈ വിനായകൻ ഓക്കെ. എങ്ങനെ ഈ പുള്ളിയെ പിടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവം വെച്ച് അതാ ഞാൻ വേണമെങ്കിൽ ആകാംക്ഷയോടെ നോക്കിയിരുന്നത്. വേണമെങ്കിൽ അങ്ങനെ വരാം. ഒരു സീറ്റഡ് ത്രില്ലർ എന്നുള്ളതിൽ ഉപരി ഒരു സ്ലോ ബേണിംഗ് ത്രില്ലർ എന്ന് വേണേ നമുക്ക് അതിനെ പറയാം, അല്ലേ? ഒരു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ നമുക്കറിയാം എന്തായിരിക്കും ഇതിന്റെ ഒരു ഒരു ഫൈനൽ ഇതെന്നുള്ളത്. പക്ഷെ എന്നാലും എങ്ങനെയാണ് അതിലോട്ട് എത്തുന്നത് എന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു ഒരു ഇതില് ആകാംക്ഷ. Yes, എനിക്ക് തീർച്ചയായിട്ടും. ക്ലൈമാക്സിൽ എനിക്കൊരു ഒരു മിക്സ്ഡ് ഫീലിംഗ് വന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ മമ്മൂട്ടീനെ പുള്ളി തട്ടിയ രീതിയിലുള്ള കാണിച്ചത് അതെനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് പോയപ്പോൾ ആ കാറിന്റെ മറ്റേ ഡിക്കി ചെറുതായിട്ടൊന്ന് അനങ്ങിയപ്പോൾ ഞാൻ അവിടെ ഓട്ടാം എന്നുള്ളൊരു ഒരു ചെറിയൊരു നിരാശ എനിക്ക് വന്നു. പക്ഷെ അത് വേണമെങ്കിൽ പുള്ളി ബമ്പ് ചാടിയപ്പം അനങ്ങിയാണെന്നുള്ള രീതിയിൽ അല്ല, സമാധാനിക്കാം എന്നുള്ളത് കൊണ്ട് എന്ത് ഞാൻ അങ്ങനെ. രീതിയിലാണ് നിരാശ വന്നതെന്ന് എനിക്കത് ക്ലിയർ ആയില്ല. എന്ത് നിരാശയാണ് നിനക്ക് വന്നത്? അതായത് നിരാശ അത് എന്ന് പറഞ്ഞാൽ പുള്ളി നത്ത് നമ്മുടെ സ്റ്റാൻലിയെ കൊന്നതാണെങ്കിൽ അത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഒരു ആയിരുന്നു. വില്ലൻ ഓക്കെ. എന്നുള്ള രീതിയിൽ, അതായത് നിയമത്തിന് വിട്ടുകൊടുക്കാതെ പുള്ളി തന്നെ അങ്ങ് തട്ടിയത് എനിക്ക് സാറ്റിസ്ഫൈങ് ആയിരുന്നു. പക്ഷേ മമ്മൂട്ടി മരിച്ചിട്ടില്ല, സ്റ്റാൻലി മേ ബി അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണല്ലോ ആ ഡിക്കി അനങ്ങിയ ഒരു ഇത് ഓപ്പൺ എൻഡിങ് ആണ്. ഓപ്പൺ എൻഡിങ് ആയതുകൊണ്ട് അതെനിക്ക് അങ്ങോട്ട് ഒരു അപ്പൊ ഒരു ചെറിയൊരു വേണ്ടായിരുന്നു, പുള്ളിനെ തട്ടുന്നത് പക്ഷെ തന്നെയായിരുന്നു. ഐ വാസ് റൂട്ടിങ് ഫോർ സ്റ്റാൻലിന്. എനിക്ക് അല്ല പുള്ളി ആണ്, അല്ല അത് നമുക്ക് എന്താണെന്നറിയോ, മമ്മൂക്ക ആയതുകൊണ്ട് സ്റ്റാൻലി എന്താ പറയുന്നത്, തോറ്റു കൊടുക്കാഞ്ഞ പോലത്തെ ഒരു ഒരു ചെറിയൊരു നിരാശ എനിക്ക് വന്നു. അതായത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മേ ബി, അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റാർ ഒന്നും അല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അവർ മിക്കവാറും സ്റ്റാൻഡിനെ തട്ടിക്കളഞ്ഞേനെ അല്ലേ. അപ്പൊ മമ്മൂക്ക ആയതുകൊണ്ട് സ്റ്റാൻഡിനെ തട്ടിക്കളയാഞ്ഞ പോലെ അല്ലേ എന്നുള്ള ഒരു ചെറിയൊരു ഒരു നിരാശ എനിക്ക് വന്നു. പക്ഷെ ഞാനത് ഓർത്തു, അല്ല, അല്ല ശരിക്കും അങ്ങനെ ഇത് ആയിരിക്കത്തില്ല. വിനായകന് ശരിക്കും സ്റ്റാൻലിയെ കൊല്ലാനുള്ളൊരു ധൈര്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോലീസ് ഓഫീസർ അല്ലേ, എന്തായാലും ചോദ്യം വരും. അപ്പൊ പിന്നെ അല്ല, പക്ഷെ കൊന്നിട്ടില്ലെന്ന് പുള്ളി ഇല്ലില്ല. മുമ്പ് ഉറപ്പായിരുന്നു. കൊന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് മുമ്പത്തെ 2 കേസുകളിലെ പ്രതികളെ പിടിക്കാൻ പറ്റിയില്ല. പുള്ളി 2 പേരെ ഏതാണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പക്ഷെ ചാടിപ്പോയതല്ല, അവരെ ഇതുപോലെ പുള്ളി ഒതുക്കിയതാണ് എന്നുള്ള ആണെന്ന് രീതിയിലാണല്ലോ പറയുന്നുണ്ട്. പറയുന്നത്.
അങ്ങനെയാണ് നത്തെന്ന് എന്നാലും ആ പറയുന്നത് ഡിക്കി വരുന്നതെന്നുള്ള. ഡിക്കി തട്ടുന്നത് നല്ല രസമായിരുന്നു അവസാനം. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആ ഡിക്കി ആക്ച്വലി എടുത്ത് സരോജിക്ക് ആ ഒരു ഓപ്പൺ എൻഡിങ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറഞ്ഞത്. സരോജിയും ദിഗുവിനോട് യോജിച്ച് നിൽക്കുന്ന അഭിപ്രായമാണ്. സരോജിക്കും എനിക്കത് അതിനൊരു തീരെ ക്ലോസ് എൻഡിങ് ഇഷ്ടപ്പെടാതില്ല. ആ ഒരു വേണമായിരുന്നു. മിക്സ്ഡ് അഭിപ്രായം വന്ന് അത് അങ്ങനെ ഉം. അല്ലായിരുന്നെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. കാര്യം ഓൾറെഡി നമുക്ക് ഇപ്പം നോർമലി വിനായകൻ ചെയ്യേണ്ടിയിരുന്ന റോള് പുള്ളി എടുത്ത് ചെയ്യുന്നു. അതിൽ ക്ലൈമാക്സ് അതും പുള്ളി ഇതിനകത്ത് മഹാവൃത്തികെട്ടവനുമാണ്, ഉം. വില്ലനാണ്, പ്രോപ്പർ വില്ലനാണ്. ഒരു ആന്റി ഹീറോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അതുകൊണ്ട് പഴയ കാലത്തെ ട്രോമ കാണിച്ചിട്ട് അവൻ ഇന്ന സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ ആയത്, അതൊന്നുമില്ല. പ്രോപ്പർ വില്ലൻ. അവസാനം പുള്ളീനെ തല്ലി കൊല്ലുകയും ചെയ്തു എന്നുള്ളത് നല്ലൊരു, എന്താ പറയുന്ന, ഒരു നല്ലൊരു ഇതല്ലേ. അപ്പൊ ആ ഒരു ഇത് ബ്രേക്ക് ചെയ്തതുപോലെ ഒരു ഫീലിംഗ്. പിന്നെ ഞാൻ ഓർത്തത് ഇല്ല, ബമ്പർ കുഴി ചാടിയപ്പോ ചെറുതായിട്ട് അനങ്ങിയതാണ്, ഓപ്പൺ ആയതാണ് എന്നുള്ള രീതിയിൽ ഞാനങ്ങ് സമാധാനിച്ചു. അത് നല്ലൊരു, എനിക്ക് ഇപ്പം ഞാൻ ബ്രഹ്മയുഗം നമ്മൾ ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മനുഷ്യൻ ഈ ചിരിയൊക്കെ ഇയാൾ ഉം. പുതുതായിട്ടൊക്കെ ഇൻവെന്റ് ചെയ്തുകൊണ്ട്, ഇപ്പം ശരിയാണ്. മുന്നറിയിപ്പിലെ ചിരി നമുക്ക് മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു, ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അത് കാണിച്ച് ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെ ട്രോമറ്റൈസ് ചെയ്തു. കിടിലം പടാ, ക്ലൈമാക്സ് സൂപ്പറാന്ന് പറഞ്ഞ് ട്രോമറ്റൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു ചിരി ബ്രഹ്മയുഗത്തിൽ വന്നപ്പോ വെറൈറ്റി ചിരി ഇതിന്റെ അകത്തും ഉണ്ട്. ഇതിന്റെ ആ, ഉണ്ട് അകത്താണെങ്കിൽ ഉണ്ട്. ആ ചിരി മാത്രമല്ല, ചായക്കടയുടെ അവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു ആ ചിരിയുണ്ട്, ഒരു പ്രത്യേക ചിരി. Yes. ഈ ഇത് സിഗരറ്റ് ചവച്ച് ആ തിന്നുന്ന ആ സാധനമൊക്കെ, അതൊക്കെ എന്തുവാണ്. ഓ ഓ, അതുണ്ടല്ലോ. ആക്ച്വലി എന്റെ ഡയറക്ടറാണോ റൈറ്ററാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ആരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത്. അതിനകത്തിൽ ഇങ്ങനെ അവര് ഒറിജിനലി ആ സിഗരറ്റ് സീൻ അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അവര് മമ്മൂക്കയുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ട്. സിഗരറ്റ് ഇസ് ദ തിങ് ദാറ്റ് ഇസ് ലീഡിങ് ടു ദ മർഡർ. അല്ലെങ്കിൽ അതിനെ ആ ഒരു അതെപ്പോഴും ഒരു ക്രൈം അല്ല, പുള്ളി ഒരു തെറ്റ് ചെയ്യുന്നതിന്റെ ഒരു സിമ്പലായിട്ടാണ് പലപ്പോഴും ആ ഇതിന്റെ യൂസേജ് വരുന്നത്. അപ്പൊ ആ ഓരോ ഇത് സിഗരറ്റ് അവിടെ ചെയ്യുന്നതിന് ഉണ്ട്. മുന്നും പുള്ളി അത് ഉപയോഗിക്കുന്നുണ്ട്. സിഗരറ്റ് അവിടെ ലിറ്റായിട്ട് ഓൾറെഡി പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു സാധനത്തിനെ അതായത് കയ്യിലിരിക്കുന്ന സിഗരറ്റിനെ എങ്ങനെങ്കിലും പുള്ളിയെ കൊല്ലാൻ വരുമ്പോഴത്തേനും മമ്മൂക്ക ഹാസ് ടു ലൂസ് ദ സിഗരറ്റ് എന്ന് മമ്മൂക്കയോട് പറഞ്ഞു. അപ്പം മമ്മൂക്ക അതിനോട് അല്ല അത് വേണ്ട, നമുക്ക് വേറൊരു രീതിയിൽ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡിഫറെന്റ് ആംഗിളിൽ മമ്മൂക്ക തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ സിഗരറ്റ് എന്താണ് വായിലേക്ക് എടുത്ത് ചവയ്ക്കുന്ന സാധനം എന്നാണ് പറയുന്നത്. So that was something that came from the actor. So that's very brilliant in a way. എനിക്കത് ഭയങ്കര എന്താ പറയുന്നേ, ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഡിസ്റ്റർബിങ് നല്ല ഒരു എന്താ പറയുന്നത്, ഒരു ആസ് എ ചെറിയ ഫീമെയിൽ. ഗൂസ് ബംസ് ഒക്കെ ആ ഉണ്ടാക്കുന്ന ആ, ഒരു ആ, ആ അതെ ഒരു അതെ അതെ. ഒരു സൈക്കോ അത് ഈ ക്യാരക്ടറിനെ അതേപോലെ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട് പുള്ളി. അതാണ് അതെ അതെ, എന്നാ എക്സ്ട്രോർഡിനറി. ഇതിന്റെ ഒരു ടാഗ് ലൈൻ സംഭവം. പോലെ തന്നെ ദ വെനം ബിനീത്ത്, ആ ഉള്ളിലുള്ള ആ ഒരു കളം വിഷം വിഷം കാവല്. അതെ അതെ കാണിക്കുന്ന അതെ അതെ. പോലത്തെ ഒരു ഉം. ആക്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതല്ല മറ്റേ അത് മാത്രല്ല സൈനൈഡ് ജോളി, അതുപോലെ തന്നെ ആ, സൈനൈഡ് മോഹൻ, എല്ലാവർക്കും ഒരു വിഷം ഉള്ളിലുണ്ട്. അതെ, പുറത്ത് കാണിക്കുന്നതാണ്. ഇത് ഈ സൈനൈഡ് ജോലിയുടെ തന്നെ വേറൊരു കഥ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു സീരീസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അതിനി എങ്ങനെയുണ്ടെന്ന് ഓൾറെഡി നോക്കണം. ഒരെണ്ണം ഉണ്ടല്ലോ, മറ്റേ ആ ഇതുണ്ടല്ലോ, അത് പക്ഷെ അത് കറി. കറിയൻ അത് സൈനൈഡും പക്ഷെ ഒരു കറിയോ, കറിയൻ ഡോക്യുമെന്ററി, സൈനൈഡോ? അതൊരു അത് പക്ഷെ ഡോക്യുമെന്ററി ഭയങ്കര ടോപ്പിക്കാണ്. നല്ല ഡോക്യുമെന്ററി ഉണ്ടോ ഡോക്യുമെന്ററിയാണ്. എന്തായിരുന്നു കറിയാൻ നെറ്റ്ഫ്ലിക്സിന്റെ സൈനൈഡ്, ഡോക്യുമെന്ററിയുടെ പേരെന്തായിരുന്നു? കറിയൻ സൈനൈഡ് സൈനൈഡ് എന്നാന്ന് തോന്നുന്നു. അറിയാം. അത് അത് ആക്ച്വലി നെറ്റ്ഫ്ലിക്സിന്റെ ആ ഡോക്യുമെന്ററി ഭയങ്കര നല്ല കേട്ടോ. ഭയങ്കര ഓ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത് സാധനം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്ററി. അത് ഈവൻ കണ്ടുള്ള എൻ്റെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എൻ ആബ്സല്യൂട്ട് ലൈക്ക് ആബ്സല്യൂട്ട്ലി ഗുഡ് ഡോക്യുമെന്ററി എന്ന്. അതാണ് ലൈക്ക് അത് അങ്ങനെ ആൾക്കാർ ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അതാണ്. അപ്പൊ അതിന്റെ ഒരു പുതിയ സീരീസ് ഇങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആസ് വെൽ. അതിന്റെ അകത്ത് ആക്ടിങ് ഒക്കെ എങ്ങനെയായിരിക്കുന്നത്, നല്ല കിടിലം കാസ്റ്റും ആണ് അതിന്റെ അകത്ത്. എനിക്ക് അത് ഇതിന്റെ ഈ സൈനഡ് മോഹന്റെ കഥ തന്നെ എടുത്തിട്ടുള്ള ദഹഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. അത് രണ്ടും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, ഈ കളംകാവലിന്റെ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്. പക്ഷെ അത് കാര്യം അതിനോട് അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഒരുപാട് സിമിലർ ആയിട്ടൊക്കെ തോന്നി എന്നുള്ളത്. അതിപ്പം നമ്മൾ ഞാൻ മറ്റേ വല്ലാത്തൊരു കഥ
കണ്ടിട്ട് പോയിട്ട് ഇത് കണ്ട പോലെ ആ ഒരു സെയിം എക്സ്പീരിയൻസ്. കാര്യം നമുക്ക് ഓൾറെഡി കഥ അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ വേറൊരു ഇതെന്നുള്ള രീതിയിൽ പുള്ളീനെ ഇതിൻ്റെ പടത്തിൽ കാണിച്ചായിരുന്നില്ല അല്ലേ? ട്രെയിലറിൽ കാണിച്ചായിരുന്നല്ലേ പുള്ളീനെ? വല്ലാത്തൊരു ആരെ കഥയല്ലേ പുള്ളീനെ? ആണോ ഇതിന്റെ ഇതിന്റെ ഓർക്കുന്നില്ല. ട്രെയിലറിലോ ടീസറിലോ ഏതാണ്ട് മറ്റേ പുള്ളി ആ കഥ വല്ലാത്തൊരു കഥ പറയുന്ന അതേ സ്റ്റൈലില് ഇത് പറയുന്ന ഇതിന്റെ സംഭവങ്ങൾ പറയുന്ന രീതിയിൽ ഇൻട്രസ്റ്റിംഗ്. കാണിച്ചായിരുന്നു ഓക്കെ ബാബു ഓക്കെ. രാമേന്ദ്രൻ. അത് നല്ലൊരു ഇതായിരുന്നു. ഞാന് അപ്പം നമ്മുടെ ഒരു റിവ്യൂ, നമ്മുടെ ഫേമസ് റിവ്യൂവർ ഭരദ്വാജ് റങ്കന്റെ ഒരു റിവ്യൂ കണ്ടായിരുന്നു, ഈ കളംകാവലിന്റെ റിവ്യൂ. എനിക്ക് അതില് അതായത് അതിനകത്തില് പുള്ളി ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ കാസ്റ്റിംഗ് ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് മമ്മൂക്കയുടെ ക്യാരക്ടർ ഹീസ് വെരി വില്ലനായിട്ട് അട്രാക്റ്റീവ്. ഹീസ് വെരി അട്രാക്റ്റീവ് ആണ്. ആ ഒരു പ്രായത്തിൽ ആ അട്രാക്റ്റീവ്നെസ് ഉള്ളതുകൊണ്ടാണ് പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഹീസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, അട്രാക്ടിങ് ഇൻസെക്ട്സ് എന്ന് പറയുന്ന ഒരു പോലത്തെ. കൺവിൻസിങ് ആയിരുന്നല്ലേ? ഒരു ഉം. നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട് പുള്ളിയുടെ വിക്ടിംസിനും പുള്ളിക്കും ഇടയില്. വിക്ടിംസുമായിട്ട്. അതെ അതെ പക്ഷെ അതെ. അത് ഓക്കേർഡായിട്ട് ഒട്ടും എനിക്ക് തോന്നിയില്ല അത് കണ്ടു കഴിഞ്ഞപ്പോൾ. അത് ഭയങ്കര അതാ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും നല്ല അവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് ആ ഒരു പ്രണയം പുള്ളിയോട് ഉണ്ട് എന്നുള്ളത് കുറച്ച് കുറച്ച് മൊമെന്റ്സിലേ അത് കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് അത് കൺവേ ചെയ്യുന്ന രീതിയിൽ അവരെല്ലാം അത് ചെയ്തത്. ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ മമ്മൂക്ക ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ആൻഡ് ദെൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള വിനായകന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് കാസ്റ്റിംഗ് വാസ് ബ്രില്യന്റ് എന്ന്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ ഒരു ദിസ് ഇസ് ഐ ഡോണ്ട് നോ ഇത് എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി സ്കിൻ ഞാൻ ടോണിന്റെ ചോദിക്കുകയാണ്. ഇതിൽ സ്കിൻ പറഞ്ഞതാണ്. ടോണിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ. ഹിസ് ടോക്കിംഗ് അബൌട്ട്, അതായത് മമ്മൂക്ക എന്തോ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എല്ലാം ഒത്ത ഒരു ഹ്യൂമൻ ആണ്. ആൻഡ് ദെൻ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ് ദർ ഇസ് എ ഡാർക്ക് സ്കിൻഡ് മാൻ. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഹീറോയിക് ഫിഗർ അല്ല എന്താണ് വിനായകന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന രീതിയിൽ ഒരു കമന്റ് ഇങ്ങനെ പുള്ളി പറഞ്ഞു അത് പോയതിന്റെ ഇടയ്ക്കൊരു മുമ്പ് അങ്ങനെയാണല്ലോ പോർട്രേ പോർട്രേ ചെയ്തത്. ചെയ്തോണ്ടിരിക്കുന്നത്. പുള്ളി അതാണ് അതാണ് പുള്ളി പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചത്. അത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അതിന്റെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോഴാണ് എനിക്കത് ആൾക്കാർക്ക് എല്ലാരും നേരെ ട്രിഗറിങ് തിരിച്ചെടുത്തു ആയെന്ന്. എന്നുള്ള രീതി. അത് ഭയങ്കര ട്രിഗറിങ് ആയിരുന്നു ആൾക്കാർക്ക്. So, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ലൈക്ക് അത് 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 മെൻഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇസ് ഇറ്റ് ഓക്കെ എന്ന് ഞാൻ പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. ദാറ്റ് ഇസ് ഹൗ ഹീറോസ് വെയർ പെർസീവ്ഡ് പണ്ട്. അതെ അതെ അത് പണ്ടല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലൈക്ക് സ്കിൻ ടോണിന്റെ കാര്യം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് സംതിങ് വാട്ട് മീ ആൻഡ് ദിഗു ലാസ്റ്റ് ഡേ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ സെയിം റെട്രോയില് പൂജ ഹെഗ്ഡെയുടെ സ്കിൻ ടോൺ പറഞ്ഞു തന്നെയാണ് 1.5 മണിക്കൂർ പോയത്. അല്ല, പക്ഷെ ഇത് അതല്ല, വലിയ റിയൽ. അത് തന്നെ എനിക്ക് അറിഞ്ഞൂടെ, ടാൻ ചെയ്യുമ്പോഴത്തേനുള്ള അതുകൊണ്ട് ഈ ബ്രോൺസി കമീലിയനൊക്കെ പോലെ കളർ മാറുന്നത്, ഓരോ സീനിലും കളർ മാറുന്ന, നിറം മാറുന്നു. ഈ വിലായത്ത് മുതൽ പൃഥ്വിരാജിന്റെ നിറം മാറിയത് ഞാൻ പറയാൻ അതുപോലെയൊക്കെ വരുമായിരുന്നു. ആണോ? അയ്യോ ശരിയാ, ഭയങ്കര ബ്രോൺസി. അതെന്താണെന്നറിയോ, ഈ ടാൻ ചെയ്യുമ്പോഴത്തേനും നാച്ചുറൽ ടാൻ അല്ലെങ്കിൽ ഉള്ള പ്രശ്നമാണത്. ഇപ്പം ഈ വിലായത്ത് ബുദ്ധയ്ക്കകത്തില് പൃഥ്വിരാജിന്റെ യങ്ങർ വേർഷൻ അഭിനയിക്കുന്ന ആ ഒരു പയ്യൻ ആ ഒരു പ്രശ്നമില്ല. കാരണം ദാറ്റ്സ് ഇസ് നാച്ചുറൽ സ്കിൻ ടോൺ. അപ്പൊ പുള്ളിക്ക് ആ ഒരു ബ്രോൺസി കളർ അല്ല ഉള്ളത്. പക്ഷെ പൃഥ്വിരാജിന്റെ ടാനിങ്ങിന്റെ പ്രശ്നം, പുള്ളിക്ക് ബ്രോൺസി ബ്രൗൺ ആണുള്ളത്. ഇറ്റ്സ് വെരി വിയേർഡ്. ലൈക്ക് നമുക്കറിയാം അതൊരു ആർട്ടിഫിഷ്യൽ. എന്തിനാ എനിക്കത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടാണ് തോന്നുന്നത്. ഈ ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ ടാൻ ചെയ്യുമ്പോൾ അത് ബ്രോൺസി ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും മേക്കപ്പ് ഇൻഡസ്ട്രി ഒക്കെ ഇത്ര മുന്നോട്ട് പോയിരിക്കുന്ന ഒരവസ്ഥയിൽ വൈ ഇസ് ഇറ്റ് സ്റ്റിൽ ദാറ്റ് ഓക്വേർഡ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അതോ ടാനിങ് ഇനിയും ബ്രോൺസി ആയിട്ടേ വരത്തുള്ളൂ എന്നും അറിയത്തില്ലല്ലോ. ഇനി അതിപ്പം നാച്ചുറൽ. ഇത് മലയാള ഇൻഡസ്ട്രി മാത്രമല്ല, ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ മറ്റൊരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, അവിടെ ബൈസൺ അല്ലേ, കണ്ടിട്ടുണ്ടോന്ന് ആ അറിയത്തില്ല. അതിൻ്റെ അകത്ത് നമ്മുടെ രണ്ട് മലയാളി നായകന്മാരും നല്ല രീതിയിൽ ടാൻഡ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ശരിയാ. അതായത് അനുപമയും അതായത് അങ്ങനെ ഒരു രജീഷയും. ഇതിലുണ്ടെങ്കിൽ അനുപമയും രജീഷയും ഇതില അങ്ങനെ ഇപ്പം ഇങ്ങനെ പടം കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫ് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിനേക്കാളും ഭേദം അവിടെ നിന്ന് എന്നെ തമിഴിൽ നിന്ന് രണ്ട് നായികമാരെ എടുത്താൽ പോരായിരുന്നു, എന്തിനാ അതൊരു മലയാളത്തിൽ വലിയ വേണ്ടത്. ടോപ്പിക്കാണ് ഇപ്പം. ഇപ്പം ഞാൻ ഈ തമിഴ്നാട്ടിൽ അതെ റെഡിറ്റിലോ ഇതിലൊക്കെ കാണാറുണ്ടത്. ഈ എന്തുകൊണ്ട് ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള തമിഴ് ഗേൾസിനെ വെച്ച് ഇവര് പടം എടുക്കുന്നില്ല, പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ പെയിന്റ് അടിപ്പിക്കുന്ന പെയിന്റ് എന്തിനാ എന്ന് അടിപ്പിക്കുവാണ്. ചോദിച്ചോണ്ട് യഥാർത്ഥത്തിൽ അത് അറിയാവുന്നവരെ കൊണ്ടുവരുന്നു. അപ്പൊ അത് പക്ഷെ അവരുടെ ആ ഒരു ദ്രവീഡിയൻ കളർ കൊണ്ടുവരാൻ വേണ്ടിട്ട് അവരൊന്ന് ശ്രമിക്കുന്നു. പക്ഷെ അത് പക്ഷെ ശരിയാ. അല്ല, ദ്രവിഡിയൻ കളർ കൊണ്ടുവന്നോ?
അതെ. അത് കൊണ്ടുവരുന്നതിന് ആർക്കും പ്രശ്നമില്ല. ബട്ട് വൈ ഡു ദേ പിന്നെ അത് കളർ മാറ്റുന്നത് എന്തിനാ? അതിപ്പം ട്രാൻസ്ജെൻഡർ സ്റ്റോറി പറയുമ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൊണ്ടുവന്നിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിപ്പിക്കുന്ന പോലെയാണ്. ദേർ ആർ ട്രാൻസ്ജെൻഡർ പീപ്പിൾ. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ സ്നോ വൈറ്റിന്റെ പുതിയ എന്താ വേർഷന്റെ അകത്തില് ഡ്രോഫ്സിന്റെ ക്യാരക്ടറിനെ കൊണ്ട് നോർമൽ ആൾക്കാരെ അഭിനയിപ്പിച്ചു. അപ്പൊ ഡ്രോഫ്സിന് അവിടെ അത് എന്താണ് ഡ്വാർഫാണ്. അത് പ്രസക്തിയില്ലാതായി മറ്റേ പോയി. പീറ്റർ ഡിംഗ്ലേജ് പണി കൊടുത്തതല്ലേ? അത് ഇനിയിപ്പൊ അതിപ്പം അവർക്കുള്ള അങ്ങേരത് ഒരു പറഞ്ഞപ്പോ ഡിസ്നി ഉടനെ അവരെ CGI ചെയ്തെടുത്തതാണ്. അപ്പൊ അവർക്ക് എന്തൊരു ആകെപ്പാടെ കിട്ടുന്ന ഒരു നല്ല, അതായത് അവർക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ള റോളാണ് റോളാണത്. ആകെ ഉണ്ടായിരുന്നത്. അത് കളഞ്ഞു അത് എന്നുള്ള രീതിയിൽ അത് സോ ഡിസ്നി വിയർഡ്. പരാതി പറഞ്ഞു. ഡിസ്നി കുറെ ടു വോക്ക് ആയി പോയതാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ക്യാൻസൽ കൾച്ചർ പേടിച്ച് പാവങ്ങൾ ആ ചെയ്തു കൂട്ടിയതാണ്. പക്ഷെ ലൈക്ക് അതിപ്പോ നേരെ ചെയ്യാം. അവർക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നില്ലേ ഇപ്പം. അതിനെതിരെ മറ്റേ റേച്ചൽ സീഗ്ലറിന്റെ ഡയലോഗ്സിനെതിരെ അവർക്കെതിരെ തന്നെ ഒരുപാട് അറ്റാക്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അവളുടെ കളറിനെ തന്നെ, കാരണം സ്നോ വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റ് ആയിട്ടുള്ള ആളുകളും വേറൊരു കാസ്റ്റിനെ കൊണ്ടുവന്നതിന് അതിനും വേറെ ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ. അല്ല, അതില് അല്ല ഇപ്പം പുള്ളിക്കാരി പാട്ട് പാടുന്നതിന്റെ ഇത് ഉള്ളതുകൊണ്ടാണ് അവരെ ആ പുള്ളിക്കാരനെ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പുള്ളിക്കാരി നന്നായിട്ട് പാട്ട് പാടും. അപ്പം സ്നോ വൈറ്റ് പാട്ട് പാടി അതിപ്പോ പാട്ട് അഭിനയിക്കുന്നതായതുകൊണ്ട് പാടാൻ അറിയാവുന്ന ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്നോ ആയിട്ടുള്ള ആളെ വൈറ്റ് കൊണ്ടൊന്നും സ്കിൻഡ് ആയിട്ടുള്ള അഭിനയം മതിയായിരുന്നല്ലോ. വേണമല്ലോ. പുള്ളിക്കാരി നല്ല അഭിനേത്രിയല്ലേ? ഇപ്പം അല്ല പിന്നെ പുള്ളിക്കാരിക്ക് മികച്ച ഒരു അഭിനയം അതൊന്ന് കണ്ടു നോക്കണം. അപ്പൊ ആള്. മനസ്സിലാവും അഭിനയത്തിന്റെ ഗുണം. അല്ല സ്നോ വൈറ്റിന്റെ ഏതാണ്ട് കുറെ അറിയില്ല. ഗ്ലിംസസ് ഓഫ് പാർട്സ് ഉണ്ടായിരുന്നു. അതിനകത്തുള്ള രണ്ട് ആക്ടേഴ്സും വൻ തോൽവിയായിരുന്നു സത്യം പറഞ്ഞ. ഒന്ന് അത് അവളും ഗാൽഗഡോട്ട് പിന്നെ പോട്ടെ, അത് ഗാൽഗഡോട്ട് പിന്നെ പുള്ളിക്കാരി അറിയാലോ. നമുക്കറിയാം. അത് പുള്ളിക്കാരിയുടെ പാട്ടും ഇച്ചിരി വിയേർഡായിരുന്നു എന്നുള്ളത്. മ്യൂസിക്കൽ ആണല്ലോ അപ്പൊ ഇച്ചിരി പാടായിരുന്നു ആൾക്കാർക്ക് എല്ലാം കൂടെ. ബട്ട് ഈ ഒരു സ്നോ വൈറ്റിന്റെ ക്യാരക്ടർ തന്നെ അവളുടെ കരിയറിന്റെ ആയിപ്പോയി. അതാണ് അതാണ് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ്. അത് അഭിനയിച്ചിട്ട് മിണ്ടാതൊരു കോർണറിൽ പോയി ഇരുന്നാ ഇരുന്നിരുന്നെങ്കിൽ അത്ര മതിയായിരുന്നു. കുഴപ്പമില്ല. അല്ല, അത് പുള്ളിക്കാരിനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ചില ആൾക്കാർ ഈ പേർപ്പസ്ഫുള്ളി ഇങ്ങനത്തെ ഹേറ്റ്രഡ് പരത്തുന്ന കുറേ ടീമുകളുണ്ട്. ഈ വോക്ക് അജണ്ടയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇതിലൂടെ ഈ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആൾക്കാരെ ഇളക്കി വിട്ട് കാശുണ്ടാക്കുന്ന ചില ടീമുകളൊക്കെ ഉണ്ടാകും. അപ്പം അതിൻ്റെ കുറേ ആവശ്യമില്ലാത്ത കുറേ ഇത് പുള്ളിക്കാരിയുടെ നേർക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല. അല്ല അത് ഇപ്പം പുള്ളിക്കാരിക്ക് പ്രോജക്ട്സ് ഒക്കെ ഇനിയും വരുന്നുണ്ട്, വരാനുള്ളതുണ്ട്. അപ്പം ആഫ്റ്റർ ദിസ് സോ അത് ഭയങ്കര ഒരു പിന്നെ ലീവ് അത് ഫോർവേഡ് ആണ് കരിയർ ഹോളി. ഇല്ലായെന്ന് നമുക്ക് പറയാൻ അല്ലല്ല പറ്റത്തില്ല. അല്ല ഇനിയും അല്ല വരാനുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി ഇങ്ങനെ എനിക്ക് തോന്നുന്നു ലണ്ടനിൽ കുറെ തിയേറ്റർ, അതായത് പ്രോപ്പർ എന്നാ തിയേറ്റർ ആക്ടേഴ്സ് ആയിട്ട് ഇപ്പം കണ്ടിന്യൂ ചെയ്യാന്ന് അങ്ങനെ പറയുന്നത്. ബട്ട് മൂവീസ് വരുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഹോളിവുഡ് ഹാസ് ലീവ് ഫോർവേഡ്. ബട്ട് ബോക്സ് ഓഫീസും ആൾക്കാരും അതിനെ എങ്ങനെ റിസീവ് ചെയ്യുന്നു വി വോണ്ട് ബി ഏബിൾ ടു നോ ഫ്യൂച്ചറിൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാത്തിലും ഈ ഒരു ഇതുണ്ട്, ഒരു ഡ്രൈനെസ് ഉണ്ട് മൊത്തത്തിൽ ആളുകൾ തിയേറ്ററിലോട്ട് പോകുന്നതിൽ. അതുകൊണ്ട് അറിയില്ല. അതും പ്രത്യേകിച്ച് ഇപ്പം നെറ്റ്ഫ്ലിക്സ് എന്താണ് നമ്മുടെ DC വാങ്ങിക്കാൻ പോകുന്നു. വാങ്ങിച്ചത് കൊണ്ട് ഇനിയിപ്പോ എങ്ങനെയായിരിക്കും അല്ല, അത് അറിയില്ല. ഇതായിട്ടില്ല. അത് ഇനിയിപ്പം അവര് ഫൈനൽ ഇതായിട്ടില്ല. അവര് ഏതാണ്ട് അടുത്തെത്തിയെന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ പാരമൗണ്ട് ചെറിയൊരു പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മേ ബി അത് നടക്കാതെ പോകാൻ സാധ്യത. എല്ലാരും പേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം ഇത് ഇവരുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ ഒരു തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യുന്നത് കുറയും. കാര്യം വാർണർ ബ്രോസ് അങ്ങനെ അത്രയും വലിയൊരു കമ്പനിയാണ്. ഒരുപാട് പ്രോജക്ട്സ് അവരുടെ കയ്യിലുണ്ട്. ഹാരി പോട്ടർ മുതൽ നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗൺ വരെയുള്ള സാധനങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് കൊണ്ട്. അപ്പം എനിക്ക് മെയിൽ വന്നായിരുന്നു ഈ പറഞ്ഞ പോലെ മറ്റേ HBO മാക്സിന്റെ ഇതില് അവർ കണ്ടിന്യൂ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ. സോ അത് വേറൊരു ടോപ്പിക്കാണ്. അത് കമ്മിങ് ബാക്ക് ടു അവർ കളം കാവൽ, ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏതാണ് അപ്പൊ ഈ സ്കിൻ കളറിന്റെ കാര്യം മെൻഷൻ ചെയ്തത്. ഞാനതിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ ഐ വാസ് ലൈക്ക് ഇങ്ങനെ കമന്റ്സ് വായിച്ചോണ്ടിരുന്നപ്പോ പീപ്പിൾ വർ റിയലി ട്രിഗേർഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഞാനതിങ്ങനെ ആലോചിക്കായിരുന്നു അതിനെക്കുറിച്ച് എന്തുമാത്രം എക്സ്റ്റെന്റിൽ അത് പറയാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. ദിസ് ഇസ് what he said is true. അത് അങ്ങനെയാണ്. this is what is been happening for ages. and അത് അങ്ങനെയാണ് ആൾക്കാർ പെർസീവ് ചെയ്യുന്നത്. ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെയാണ് നായകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം എന്നുള്ളതാണ്. ഇപ്പോഴും പ്രദീപ് രംഗനാഥിനെതിരെ വരുന്ന കുറെ ഇങ്ങനത്തെ ഈ പുള്ളിയുടെ അപ്പിയറൻസ് വെച്ചിട്ടുള്ള കുറെ ട്രോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനൊരു തെളിവാണല്ലോ.
ഒരു ഹീറോ ഉം. ആയാലും ഇങ്ങനെയൊക്കെ ആയിരിക്കണം, കൺവെൻഷണൽ അല്ല, രീതിയിലായിരിക്കണം പക്ഷെ എന്നുള്ളത്. പ്രദീപ് അത് പക്ഷെ രംഗനാഥന്റെ പുള്ളി കുറെ പ്രശ്നം അല്ല, പുള്ളിയുടെ തന്നെ PR ഇളക്കി വിടുന്നതാണോ എന്ന് നമുക്ക് ചെറുതായിട്ട് ഡൗട്ട് ഇല്ലാതില്ല. ബട്ട് എനിവേസ് അപ്പൊ അത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അത് ഒബ്വിയസ്ലി നമുക്കിപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഈ സിനിമ എന്നുള്ള കാര്യം പോട്ടെ, സിനിമയ്ക്ക് ഉള്ളിലെ കഥയുണ്ടല്ലോ, അതായത് പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഒരു കഥയുടെ ആ ഒരു സ്റ്റോറി ലൈൻ, ഇപ്പം അതിനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കിപ്പം ലൈക്ക് ലാസ്റ്റ് ഡേ വി വർ ടോക്കിംഗ് അബൌട്ട് ദിസ് മീൻ ദിഗംബരൻ. അതായത് ഒരാളെ അട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ എന്താ പറയുന്നത്, ഓരോ ബയസ് കാണും. അതായത് എനിക്കിപ്പം ചിലപ്പം ഡാർക്ക് സ്കിൻ മാൻ, ചബി മാൻ, അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ പ്രിഫറൻസസ് കാണും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഓരോ ആൾക്കാർ. സിമിലർലി ഓരോ നാട്ടിലെ ആൾക്കാർക്ക് എന്താ പറയുന്നത്, ഒരു ടൈപ്പ് ആൾക്കാരെ ആയിരിക്കും ഇഷ്ടം. ദാറ്റ് ഈസ് അത് ഒരു ഏജസ് ആയിട്ട് അതിങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഫോർ അസ് കൊളോണിയലിസം ഉള്ളത് കൊണ്ടും ഇത്രയും വർഷങ്ങളായിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ആ ഒരു ഫെയർ സ്കിൻ സിൻഡ്രോം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് കൊണ്ടും ദാറ്റ് ഈസ് ലൈക്ക് ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. അതായത് ഫെയർ സ്കിൻ മെൻ ഇസ് അട്രാക്റ്റീവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫെയർ സ്കിൻ ഹ്യൂമൻസ് ആർ അട്രാക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു സാധനം, ഇറ്റ് ഈസ് വെരി ഡീപ്പ് റൂട്ടഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ. ഇറ്റ്സ് അത് ഒരു വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഈസ് ചേഞ്ചിങ്. ആൾക്കാർ ജനറേഷൻസ് മാറുമ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ദെയർ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇറ്റ്സ് വെരി മച്ച് ലൈക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരു എന്താ പറയുന്ന ഒരു സെക്ഷൽ ആക്ട് അല്ലെങ്കിൽ ഒരു സെക്സ് ബേസ് സീൻ നമുക്ക് ഒരു ഇച്ചിരി എന്താ പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ഏജിലുള്ള ഓഡിയൻസോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു മിക്സ്ഡ് ഓഡിയൻസിലിരുന്ന് കാണുമ്പോൾ ഒരു ഓക്വേർഡ്നെസ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണിത്. അല്ല, അത് പലരും ഈ റേറ്റിംഗ് ഒന്നും നോക്കാതെയാണ് പലപ്പോഴും പോകുന്നതും ഉണ്ട്. ഇപ്പം ഞാൻ അന്ന് DSRയുടെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, അന്ന് കൊച്ചു പിള്ളേരെയൊക്കെയാണ്, കുട്ടികൾ തീരെ 3 വയസ്സ് 2 വയസ്സുള്ള പിള്ളേരെയും കൊണ്ടൊക്കെയാണ് ഇത് കാണാൻ വേണ്ടി പക്ഷെ വന്നത്. അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ലടാ, കാരണം ഫോർ ഡിഫറെന്റ് തിയേറ്റേഴ്സ് ഇറ്റ് വാസ് ഡിഫറെന്റ്ലി എന്താ പറയുന്ന ആ ഏജിന്റെ ആ സാധനം അത് പലതായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നിന്നോട്, അതായത് ഞങ്ങൾക്ക് DSRയ്ക്ക് ഇവിടെ 13 സംതിങ് ആയിരുന്നു, 13+ അങ്ങനെ എന്തോ, ആ, 13+ അവിടുത്തെ 12+ അങ്ങനെ റേറ്റിംഗ് ഉണ്ട്. ആണ്. അപ്പൊ ആ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഡിഫറെന്റ് തിയേറ്റേഴ്സ് ആൻഡ് ഡിഫറെന്റ് കൺട്രീസ് അല്ല, ഓൾസോ. അപ്പൊ ആൾക്കാരെ കുറ്റം 13 പറ എങ്കിലും ഉണ്ടല്ലോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 3ഉം 2ഉം വയസ്സുള്ളതിനൊക്കെയാണ്. ഇവിടെ കുഞ്ഞു അതുപോലെ പൊടി തന്നെയാണ്. പിള്ളേര്. പക്ഷെ എന്നിട്ട് അതിനെയും കൊണ്ടാണ് വന്നത്. അതാ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവരാണെങ്കിൽ അത് കയറ്റി വിടുകയും ചെയ്തു. അങ്ങനെ കുറെ ഒന്നും അതറിയില്ല. അപ്പം അല്ല അപ്പൊ വടച്ചെന്നയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, വടച്ചെന്നയല്ല, വിടുതലൈ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ അയ്യോ അണ്ടർ ഏജ് ആയിട്ടുള്ള പിള്ളേരെ കൊണ്ട് വന്നിട്ട് അവരിത് കേറ്റാതെ ഇരുന്ന ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതുപോലത്തെ അല്ല അത് തിയേറ്ററിൽ. ഇച്ചിരി പാടായിരിക്കും പിള്ളേർക്ക് പോയിട്ട് നമ്മൾ അല്ല, അവര് കേറ്റിയില്ല. എന്നിട്ട് വയസ്സായവർക്ക്. അത് ഞങ്ങളെന്താ കേറ്റാത്തതെന്ന് ചോദിച്ചോണ്ട് അവിടെ വന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. അവരങ്ങനൊന്നും നോക്കാറൊന്നുമില്ല. ചുരുളിയൊക്കെ ഇറങ്ങിയപ്പം ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് കാണും. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് നമ്മൾ അങ്ങനെ കാണുകയല്ലോ. ഒബ്വിയസ്ലി അതിനാണല്ലോ റേറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ ഇരുന്ന് പിള്ളേരുടെ കൂടെ ഒക്കെ ഇരുന്ന് കാണും. കാണാതിരിക്കാനല്ലേ അതിനവര് ഇങ്ങനെ സെൻസറും മറ്റേതും മറിച്ചതും ഒക്കെ ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ശരിയാണ്. പ്രായത്തിലുള്ളവർക്ക് കാണാനാണ് എന്നുള്ളത്. അങ്ങനെ ചോദിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് continue. Yes. ഇപ്പം അപ്പം കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എന്താണ് അപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ആസ് എൻ ഓഡിയൻസ്, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ഹു സ്പീക്കിംഗ് അബൌട്ട് ഫിലിം എന്ന് പറയുന്നതിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു അത് കണ്ട, അതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴത്തേനും. ജസ്റ്റ് ബിക്കോസ് ഒരു പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എനിക്കത് മനസ്സിലായി പുള്ളി എന്താ പറയാൻ ശ്രമിച്ചതെന്ന്. ബട്ട് ഫോർ പീപ്പിൾ വാസ് വെരി ട്രിഗറിങ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് വൈ ദേ വർ ട്രിഗേർഡ് ഓൾസോ. എനിക്ക് അതും മനസ്സിലായി, ആൾക്കാരുടെ വികാരം എനിക്ക് മനസ്സിലായി, ഐ അണ്ടർസ്റ്റുഡ്. പക്ഷെ പക്ഷേ അറ്റവും മൂലം കേട്ടിട്ട് ചാടിക്കടിക്കുന്ന ആ ഒരു പ്രവണത ഉള്ളത് കൊണ്ടാണ് എന്ത് ടോണിലാ പറഞ്ഞേന്നുള്ളത്. അത് എനിക്കും ആദ്യം കേട്ടപ്പോഴേ അത് പുള്ളി നോർമലായിട്ട് അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പെർസീവ് അതിനൊരു ചെയ്യുന്നത്. വ്യത്യാസം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിച്ചത്. പിന്നെ അറിയില്ല. മോഡേൺ ഡേയിൽ ഇതിന് ആൾക്കാർക്ക് ഇത്ര ട്രിഗർ ആകാനായിട്ട് എന്ത് വേണമല്ലോ, എന്താ ചെറിയൊരു കാര്യം അതെ. മതി ആക്ച്വലി. ആൾക്കാർ നോക്കിയിരിക്കും എന്തിനായിരുന്നു ചാടാനായിട്ട്.
അല്ല അപ്പൊ ഞാനിങ്ങനെ ഞങ്ങള് പടയോട്ടം ഇപ്പൊ ഇത് ചെയ്തിട്ട് അതിന്റെ കീഴില് വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ പൊട്ടന്മാരെ ഈ പറയുന്നത്, നസീർ സാറും മമ്മൂക്കയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച സിനിമയാണ് അങ്ങനെയൊക്കെ. നമ്മളും അതന്നെ ഗംഭീരാണെന്ന് ഞങ്ങളും തന്നെയാണ് അതിന്റെ അകത്ത് പറഞ്ഞത്. പറഞ്ഞത്. പക്ഷേ yeah, അത് പിന്നെ അല്ല പോട്ടെ. അതിനെ എന്തുമാത്രം ന്യൂട്ര് ചെയ്യണം, അല്ലെങ്കിൽ എന്തുമാത്രം അതിനെ ട്രിം ചെയ്യണം, എന്തുമാത്രം അതിനെ എന്താണ് നമ്മൾ പിടിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് എന്റെ തോട്ട്. അത് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഞാനത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതല്ല, ഇറ്റ് വാസ് എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു എന്താണ് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് ചോദിച്ചതാണ്. വി തിങ്ക് അബൌട്ട് ഇറ്റ്, പീപ്പിൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ടെൽ us about this. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയാം. ഇറ്റ്സ് വെരി കോംപ്ലക്സ് ആസ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ, ഒരു സോഷ്യൽ സിനാരിയോ ആണല്ലോ. Yeah. അപ്പം കമ്മിങ് ബാക്ക്, Yeah. എന്താണ് പിന്നെ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ ഓവറോൾ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ കളങ്കാവല്? ഇപ്പൊ ഇതിന്റെ അകത്ത് പടത്തിനേക്കാളും ഫോർ മീ ഇറ്റ് വാസ് മമ്മൂക്ക വാസ് ദ സ്റ്റാർ ആക്ടിങ് ആണ്. പടത്തിനേക്കാളും. എനിക്ക് രണ്ടുപേരുടെ ആക്ടിങ് ആണ് എനിക്ക് പ്രധാനമായിട്ട് എന്നെ പിടിച്ചത്. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. യെസ്. KP പറയൂ, എന്താണ് പറയുന്നത്? ഞാനും മമ്മൂട്ടി പറഞ്ഞ പോലെ, മമ്മൂട്ടി പറഞ്ഞ സത്യമാണെന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് വിനായകന്റെ അഭിനയത്തെ പുകഴ്ത്തിയത്. എനിക്ക് വിനായകനെ ഞാൻ ഫോക്കസ് ചെയ്തത് സത്യം പറഞ്ഞ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ല ഒരു തെറ്റും പറയാനില്ലാത്ത നല്ലൊരു സിനിമ. പുള്ളി പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞും സ്റ്റാൻലി ഡേവിസ് നിങ്ങളുടെ മനസ്സിൽ നിന്നായിരുന്നു. ഓഫ്, ആസ് എ ഫീമെയിൽ ഭയങ്കരമായിട്ട് ഐ വാസ് ഹോണ്ടഡ് ബൈ ഹിം. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എന്ത് അത് അൺസേഫ് എന്നുള്ള ഫീലിംഗ് അല്ല, പക്ഷെ ഒരു ഭയങ്കര ഈറി ഫീലിംഗ് ആയിരുന്നു എനിക്കത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. അതല്ല, വേറെ കാര്യം കൂടെ ഉണ്ട്. ഈ അതിനകത്തുള്ള പെണ്ണുങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അവരെ ലൈക്ക് ആൾക്കാർ ഒരു രീതിയിലും കെയർ ചെയ്യുന്നില്ല. അതായിരിക്കും അത് എന്നാ ആൾക്കാർക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പെണ്ണുങ്ങൾ കാണാതെ ഫാമിലി പോയി തന്നെ പിന്നെ അന്വേഷിക്കുന്നില്ല. അവര് ഒളിച്ചോടുവാണ്. ഓക്കെ, ഒളിച്ചോടുവാണ്. അവര് പോയി, അവര് പിറ്റേ ദിവസം മരിച്ചു. ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കുന്നില്ല, അവരുടെ കാര്യം അന്വേഷിക്കുന്നില്ല. അവരെങ്ങനെ മരിക്കും? എന്നിട്ട് ഈ പുള്ളി അറിയുന്നത് എന്നാ പത്രങ്ങൾ വഴിയാണ് ഇവര് അതായത് പുള്ളിക്ക് അത് ബാക്കിയുള്ള അറിയേണ്ട കാര്യമില്ല. ഇയാള് ജസ്റ്റ് പത്രത്തിൽ നോക്കിയിട്ട് അവര് മരിച്ചു എന്ന് കാണുമ്പോഴത്തേക്കും ഇയാൾക്ക് അതിനകത്ത് നിന്ന് മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അയാള് പോലും അതിലൊരു അതിനകത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നാ വളരെ സ്കേറി ആയിട്ടുള്ള ഒരു ഒരു റിയാലിറ്റി കാര്യമാണത്. ആണത്. അത് ആക്ച്വലി വളരെ ഭയങ്കര ഭയങ്കര സ്കേറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്ലസ് ആക്ച്വലി പുള്ളിയുടെ അതിന്റെ കൂടത്തിൽ ആ മ്യൂസിക്കും കൂടെ ആയപ്പോഴത്തേക്കും ഇറ്റ് വാസ് നെക്സ്റ്റ് പെർഫെക്റ്റ്. ലെവൽ. അല്ല, അത് പുള്ളിയുടെ ആ ഒരു വിക്ടിം സെലക്ഷന്റെയും കൂടെ കാര്യമാണ്. അതായത് പുള്ളി സെലക്ട് ചെയ്യുന്ന വിക്ടിംസ് എപ്പോഴും ഡിവോഴ്സീസ്, അല്ലെങ്കിൽ കല്യാണം നടക്കാതിരിക്കുന്ന സ്ത്രീകൾ, ഓൾമോസ്റ്റ് ഒരു 35-40+ ആയിട്ടുള്ള സ്ത്രീകളെയാണല്ലോ സെലക്ട് ചെയ്യുന്നത്. സോ വീട്ടുകാരാണെങ്കിലും ഇച്ചിരി ഒരു കൈ ഒഴിഞ്ഞ മട്ടിലുള്ള, അതായത് in an indirect way talks about how females are perceived അല്ലേ. അതായത് കല്യാണം കഴിച്ചില്ലെങ്കിൽ അവര് പിന്നെ ഒരു പെണ്ണുങ്ങൾക്ക് പിന്നെ ഭാരമാണ് വീട്ടില്. ഭാരമാണ് ആ വീട്ടില്. സോ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം അതെനിക്ക് അത് ശരിയാണ്. ഞാനിങ്ങനെ അത് ഇപ്പോഴും അങ്ങനത്തെ ഒരു ചില ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വീട്ടിലെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോവുക അങ്ങനെ എന്തെങ്കിലുമാണ്. പിന്നെ അവള് പോയി അവൾ ഞങ്ങളെ കൂട്ടിട്ട് പോയി, പിന്നെ അതോടെ തീർന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ചില സിനാരിയോസ് ഒക്കെ ഞാനും റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് അത് കഷ്ടമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ എന്താ ചെയ്യാം, അതാണ് എനിക്കൊരു ഇങ്ങനത്തെ ഡൗട്ട് ആൾക്കാർ. ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാണുന്ന മേർഡർ ഉണ്ടല്ലോ, അതായത് ഇതുമായിട്ട് ബന്ധമില്ല, ശ്രുതി രാമേന്ദ്രന്റെ ഫസ്റ്റ് കാണുന്ന മേർഡർ, ആ മേർഡർ പക്ഷെ പുള്ളി സൈനൈഡ് കൊടുത്തല്ലല്ലോ കൊല്ലുന്നത്. അതാണോ പുള്ളിയുടെ ഫസ്റ്റ് മേർഡർ എന്ന് എനിക്ക് ഭയങ്കര, ഞാനിത് കണ്ടോണ്ടപ്പോ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ബിക്കോസ് അത് അതുകൊണ്ട് പുള്ളിയുടെ അതിനു മുമ്പ് എന്തോ പുള്ളിയുടെ ഈ എവിടെ ക്രെഡിറ്റ്സിലാണോ എന്തോ ഒരു സംഭവത്തിൽ കാണിക്കുന്നുള്ളൂ, പുള്ളി വളരെ യങ് ഏജിലുള്ള ഒരു ഇതിന്റെ അകത്ത് ടീച്ചറെ ഏതാണ്ട് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലൊരു കൂടെ പഠിച്ച സഹപാഠിയാന്ന് തോന്നുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ എന്തോ പടം. ഇത് പേപ്പർ കട്ടിങ് ഏതാണ്ട് പുള്ളിയുടെ ആ ഡയറിയിൽ ഏതാണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു.
അല്ല അത് ഇതുപോലെ യങ്ങർ വേർഷനിൽ ഞാൻ പറയുന്നത് മമ്മൂക്ക ഈ ഒരു പ്രായമായി കഴിഞ്ഞിട്ട് ഈ മേർഡർ സ്പ്രീ തുടങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു അല്ല അപ്പൊ തുടക്കം അത് ചെറുപ്പം ആ തൊട്ടേ ഉള്ള സാധനമാണിത്. അന്ന് തൊട്ടേ ഓ കൊന്ന്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്ത് എത്രാമത്തെ വരുന്നു വിക്ടിം ആണെന്ന് അറിയത്തില്ലല്ലോ. ആ പുള്ളിയുടെ ആ okay. ചെറുപ്രായത്തില് പുള്ളിയുടെ സെയിം ഏജിലുള്ള ആളെ കൊന്നതിന്റെയും പിന്നെ ടീച്ചറോ അങ്ങനെ എന്തോ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ അതിന്റെ പേപ്പർ കട്ടിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അന്ന് തൊട്ടേ തുടങ്ങിയ പരിപാടിയാണിത്. പിന്നെ ഉം. ഇതില് സയനൈഡിന്റെ ഐഡിയ പുള്ളിക്ക് കിട്ടുന്ന മറ്റേ ഗോൾഡ് എന്തോ ആ ഇതിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന സ്വർണ്ണക്കടയില് പട്ടി വന്ന് കഴിച്ചു. ഉം. അത് ഉം. സൈനഡ് മോഹന്റെ ഇതിന്റെ അകത്തും അതുപോലെ തന്നെ ഏതാണ്ട് പുള്ളിക്കും ആ അതെ അതെ ഇതിന്ന് അതെ ഇത് കിട്ടിയെന്നാ തോന്നുന്നു. അതെ ആ അതെ അതൊരു സ്വർണ്ണക്കടക്കാരൻ്റെ ഇതിനകത്ത് പക്ഷെ പുള്ളി നല്ല അത് stealth ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് എങ്ങനെ ഇത് കാരണം ഇതുപോലെ സൈനൈഡ് കോഴി കൊടുത്താല് ഇപ്പം പിന്നെ ഒരാള് കെട്ടിത്തൂക്കി അല്ല കഴുത്തല കെട്ടിമുറുക്കി വലിച്ചു വന്ന എന്നാല് പിന്നെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടല്ലോ ആരെങ്കിലും അസ്ഥി കൂടെ കണ്ട് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആ സമയത്ത് ഇയാൾ ഒരുപാട് നല്ല സൈക്കോളജിക്കലായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തത് രണ്ട് ഇൻസ്റ്റൻസിൽ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നാ നമ്മുടെ ആൾക്കാർ എന്നാ പെണ്ണുങ്ങൾക്ക് സൈനൈഡ് കൊടുക്കുന്നു. സൈനൈഡ് കൊടുത്തിട്ട് എന്നാ അവർ ബാത്റൂമിൽ ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുമ്പോഴത്തേക്കും എന്നാ പ്രേമനൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്ത എന്നാ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ നേരെ സംശയം വരത്തില്ല. Yeah. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഇൻസ്റ്റൻസിൽ മറ്റേ ഇതുപോലെ തന്നെ ഫാമിലിയിലെ പെണ്ണ് സ്ത്രീകളെയാണ് പുള്ളി നൈസായിട്ട് കണ്ടുപിടിച്ചത്. അതായത് എന്നാ ഒന്നല്ലെങ്കിൽ ഹസ്ബൻഡ് ഗൾഫിലുള്ള ആളാണ്. അപ്പം പുള്ളി അവിടെ നൈസായിട്ട് നോക്കിയത് എന്നാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടാണ് നോക്കിയത്. രണ്ടാമത്തെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ളത്. മെത്തേഡിലാണ് രണ്ടാമത്. അപ്പം പുള്ളിയുടെ ആ ഒരു എന്നാ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള എനിക്ക് ആ ഒരു മൂവ്മെന്റ് ഈ ഉണ്ടല്ലോ അത് ഉം, ആ ഒരു ഐഡിയ വളരെ നല്ലതായിരുന്നു ആക്ച്വലി. ഐ മീൻ എനിക്ക് കുഞ്ചനെ പുള്ളി വിളിക്കുന്ന കണ്ടപ്പോഴേ മറ്റേ ദൃശ്യത്തിന്റെ അകത്ത് ജോർജ് ആ കുട്ടി എഴുത്തുകാരന്റെ അടുത്ത് പോയി ഐഡിയ ചോദിക്കുന്ന എനിക്ക് പരിപാടിയായിട്ട് എനിക്ക് ആ ഒരു റെഫറൻസ് ഫീൽ ചെയ്തായിരുന്നു. നല്ലൊരു കുഞ്ചനെ കണ്ട ഐ വാസ് വെരി ഹാപ്പി. ഒത്തിരി നാളിന് ശേഷമാണല്ലോ കുറെ കുഞ്ചനെ നാളായിട്ടല്ലേ. കാണുന്നത്. അതെ നല്ലൊരു ക്യാമിയോ ആയിരുന്നു, ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ക്യാമിയോ ആയിരുന്നു. ഇത് കണ്ടപ്പോ നിനക്ക് ഗാങ്സ്റ്റർ ഓർമ്മ വന്നോ? നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. അയ്യോ. Yes. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കളംകാവൽ ഐ തിങ്ക് ഇത് നമ്മള് എന്താണ് OTT-യിൽ വന്നു കഴിയുമ്പോഴത്തേനും വി ഷുഡ് റീവിസിറ്റ് വിത്ത് പ്രോബ്ലി സരോജിയോ അല്ലെങ്കിൽ നമ്മുടെ ചക്രവാണിയണ്ണന്റെ ഒക്കെ കൂടെ മേ ബി ചക്രവാണിക്ക് ഇതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. സോ അത് വേണേ നമുക്ക് ചെയ്യാം. Yes, എൻ്റെ ഒരു OTT വന്നു കഴിയുമ്പോഴത്തേനും we'll add more details and we'll look into നമ്മൾ മിസ്സായ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അത് ആക്ച്വലി ഞങ്ങൾക്ക് ഇതിന് മുമ്പത്തെ നമ്മുടെ എപ്പിസോഡിൽ മറ്റേ എന്തായിരുന്നു ലോകയുടെ ലോകയുടെ എപ്പിസോഡ് അത് OTT-യിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വി റീവിസിറ്റഡ് ഇറ്റ് ആൻഡ് വി വർ വെരി സാഡ് ദാറ്റ് നമുക്ക് കുറെ മിസ്സിംഗ് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് അല്ലെങ്കിൽ അതെ. നമ്മൾ പറയാതെ വിട്ടുപോയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. സോ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ഇഫ് വി ഹാവ് എ ചാൻസ്. അപ്പം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ KP, സിൻസ്, ദിഗു? ഇതൊക്കെ ഉള്ളൂ. യെസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഓൾമോസ്റ്റ് കവർഡ് ഓൾ ദ ടോപ്പിക്സ്. അപ്പോൾ അതാണ് നമ്മുടെ കളംകാവലിനെ കുറിച്ചുള്ള അഭിപ്രായം. എല്ലാവരും കളംകാവൽ കണ്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഏജ് റെസ്ട്രിക്റ്റഡ്. കാരണം മർഡർ ഉണ്ട്, കുറച്ച് സെക്ഷുവൽ ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അഗൈൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ആസ് എന്താ മമ്മൂക്കയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ വിനായകൻ്റെ പെർഫോമൻസ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസസ് ആണ്. ആൻഡ് ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നമ്മൾ ഇനിയും പുതിയ പടങ്ങൾ, പഴയ പടങ്ങൾ, അതുപോലെ എന്താണ് കോമഡി പടങ്ങൾ, നമുക്കിഷ്ടമുള്ള ഫൊഗോട്ടൻ ഫിലിംസ്, അങ്ങനത്തെ പടങ്ങളെല്ലാം ആയിട്ട് പിന്നെയും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ അൺടിൽ വി 2026 നമ്മൾ കൂടുതൽ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ so until we meet again next time, this is me, UDC Kumari, signing out with Mr. Digambaran, Sins and KP. Bye.